സോ ഓക്കെ ഗൈസ്, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. എന്തായാലും കുറച്ച് പാർട്ടിസിപ്പൻസും കൂടി കയറാനുണ്ട്, അവർ കയറിക്കോട്ടെ. അപ്പൊ നമുക്ക് സമയം കളയാനില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം എവരി വൺ, വെൽക്കം. നമ്മളുടെ കെ എസ് യു സ്റ്റുഡന്റ് അസിസ്റ്റന്റ് സെൽ നടത്തുന്ന പ്ലേസ്മെന്റ് പെർസ്പെക്ടീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇല്ല, നേരെ നമുക്ക് തുടങ്ങുന്നു. ആദ്യം തന്നെ നമുക്ക് അക്ഷയ്നെ വിളിക്കാം. അക്ഷയ് ചേട്ടൻ എല്ലാവർക്കും അറിയുന്ന പോലെ JSW പ്ലേസ്ഡ് അയക്കുന്നത്. അപ്പൊ അക്ഷയ് ചേട്ടാ, ടേക്ക് ദ സ്റ്റേജ്. താങ്ക് യു എൽവിൻ. സോ എൻ്റെ ഒരു അക്ഷയ്, ഞാൻ JSW സ്റ്റീൽസിലെ പ്ലേസ്ഡ് ആയ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പം ഞാൻ ഓഡിയബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് പറയൂ, എൻ്റെ സിസ്റ്റത്തിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഓഡിബിളാ. ഓക്കെ. സോ JSW സ്റ്റീൽസിലെ പ്ലേസ്ഡ് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്യണം. ഇപ്പോൾ വീട്ടില്ല. സോ JSW എന്ന് പറയുമ്പം ഇപ്പോൾ അവർക്ക് പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പം സിമെൻ്റ് ഉണ്ട്, JSW സ്റ്റീൽസ് ഉണ്ട്, പെയിൻസ് ഉണ്ട്, എനർജി ഉണ്ട്. അതിലിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് JSW സ്റ്റീൽസിലാണ്. അപ്പോൾ ഞാനും പ്ലേസ്ഡ് ആ സെക്ഷനിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ അവർ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് ഓഫ് സ്റ്റീൽസ്, ആൻഡ് വേൾഡ് കേസ് എടുത്താൽ അവരുടെ റാങ്ക് 12th സംതിങ് ആണ്. അപ്പോൾ ശരിക്കും കറക്റ്റ് ഒരു കോർ കമ്പനിയാണത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ S5 പഠിക്കില്ലേ, മാനുഫാക്ചറിങ് പ്രോസസ്, പിന്നെ മെറ്റീരിയൽ സയൻസ് ഒക്കെ, അതൊക്കെ ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് പറയുമ്പോൾ. അപ്പോൾ ആയിരത്തി തന്നെ കിട്ടിയത്. പിന്നെ പ്ലേസ്മെന്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോർ കമ്പനി മാത്രം ഫോക്കസ് ചെയ്ത ആളായിരുന്നു. എന്ന് വെച്ചാൽ കോഡിങ്ങിനോട് വലിയ താല്പര്യമില്ലെന്ന്. IT കമ്പനി നൈസ് ആണ്, താല്പര്യം പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കേസിലെടുത്ത് എനിക്ക് കോഡിങ് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഇരുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കോർ കമ്പനീസ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാണ്. പിന്നെ ഈ JSW അല്ല കേട്ടോ ഞാൻ ഫസ്റ്റ് എഴുതിയ കമ്പനി. അതിന് മുമ്പേ കുറേ കമ്പനീസ് എഴുതിയായിരുന്നു. ഇപ്പോൾ ആദ്യം സ്നൈഡർ ഇലക്ട്രിക് എഴുതി, പിന്നെ ഡയമണ്ട് ടെക്സ് എഴുതി, പിന്നെ സില്ലർ എഴുതി. പക്ഷേ ഒന്നും കിട്ടിയില്ല. അസలు JSW സ്റ്റീൽസ് എഴുതിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളുടെ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എക്സാംസ് എഴുതിയിട്ട് എല്ലാം കിട്ടണമെന്നില്ല. ചിലപ്പോൾ 3, 4, 5, 6ാമത്തെ തൊട്ടായിരിക്കും ഓരോ കമ്പനീസ് നിങ്ങൾക്ക് എന്താ പറയുക ടെസ്റ്റ് പോലും പാസ്സാവുന്നത്. പക്ഷെ ഒളി തിങ് യു നീഡ് ടു ഡു ഈസ്, നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റ് എന്ത് പാളിച്ച് പറ്റുമോ അത് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ അത് പഠിക്കുക. ഈ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ആണെങ്കിൽ വീക്ക് ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്തായാലും പ്രിപ്പയർ ആയിട്ട് അടുത്തേക്ക് ആവും. ആൻഡ് നല്ല കമ്പനീസ് വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ എഴുതി കിട്ടിയില്ലെന്ന് ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. നല്ല കമ്പനീസ് വരും. അപ്പൊ അതൊന്നും പേടിക്കണ്ട. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നമുക്ക് ഒരു ടെസ്റ്റ് ആയിരുന്നു. അതിപ്പോ എല്ലാ കമ്പനീസും അങ്ങനെ തന്നെ. ടെസ്റ്റിൽ ഇപ്പം ഒരു 50-50 ആയിരുന്നു. 50% ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ബാക്കി 50% ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും. അപ്പോൾ ടെക്നിക്കൽ വലിയ ലെവലൊന്നും അല്ല, ഒരു മോഡറേറ്റ് ലെവല്. പിന്നെ ആപ്റ്റിറ്റ്യൂഡും അങ്ങനെയായിരുന്നു. അതിപ്പോ ക്വസ്റ്റ്യനും പിന്നെ 4 ഓപ്ഷനും വെച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ടെസ്റ്റ് കഴിഞ്ഞ് അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെലക്റ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടെസ്റ്റിന്. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന റൗണ്ട് ആയിരുന്നു. അത് ശരിക്കും പേര് കൊടുത്താൽ നല്ല ടഫായിരുന്നു. വെച്ചാൽ നമുക്കൊരു 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ശരിക്കും ഒരു 5-6 ക്വസ്റ്റ്യൻസ് എന്നോട് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അത്രയൊക്കെ എൻ്റെ കൂടുതലും ചെയ്ത് അവര്. അപ്പൊ അത്രയും ചേർത്ത് ഏകദേശം എടുത്തായിരുന്നു. ഇത് അത്രയും ലെവൽ ടഫായിരുന്നു. ആ വർഷം ശരിക്കും സെക്കൻഡ് റൗണ്ട് അഡ്വാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ഞാൻ സീനിയേഴ്സിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതിന് മുന്നത്തെ വർഷം അഡ്വാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഒന്ന് മാറി. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പറ്റി എന്നെക്കാട്ടിയും സവാദിക്ക പറയും. അതിപ്പം അവന്റെ കമ്പനിയിലാണ് റൗണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ഇതുപോലെ നല്ല ടഫായിരുന്നു. ഏകദേശം അത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തവർക്ക് സെലക്ട് ആയി. പിന്നെ ഒരു വീണ്ടും ഒരു 1 വീക്ക് കഴിഞ്ഞ റിസൾട്ട് വന്ന് അടുത്ത ഇന്റർവ്യൂവിനായിരുന്നു. ഇന്റർവ്യൂ ശരിക്കും എന്താ പറയാ, ആദ്യത്തെ ഒരു 2 റൗണ്ട് ടെസ്റ്റും പിന്നെ അഡ്വാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തായാലും അത് അപ് ടു യു. അതിപ്പം എന്താ പറയുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അത് നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്യണം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇന്റർവ്യൂ നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറെ കാര്യം ശ്രദ്ധിക്കാണ്ടിരിക്കും. ഞാൻ മെയിനായിട്ട് അങ്ങോട്ടാണ് സ്ട്രെസ് ചെയ്യുന്നത് ഇന്റർവ്യൂയിലേക്ക്. കാരണം ഇപ്പം നിങ്ങളാണെങ്കിൽ എല്ലാ ടെസ്റ്റ് വഴി ഇന്റർവ്യൂവിൽ കയറിയിട്ട് പക്ഷെ ഇന്റർവ്യൂ കിട്ടാതാകുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. കാരണം വീണ്ടും അടുത്ത ടെസ്റ്റ് ഒന്നേ സ്ക്രാച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ അടുത്ത റൗണ്ട് കയറി ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ വീണ്ടും കഷ്ടപ്പാടാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ മാക്സിമം നിങ്ങൾ പെർഫോം ചെയ്യാൻ നോക്കുക. അത് ശരിക്കും ഇന്റർവ്യൂവിലെ പാടുള്ള സംഭവമൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പറയാം. ശരിക്കും ഇന്റർവ്യൂ ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം
ഇതിന് മുന്നേ കമ്പനീസ് നിന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ആര് വിളിച്ച എല്ലാ ഇന്റർവ്യൂവിനും HR റൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഈ ടെക്നിക്കൽ റൗണ്ട്, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നീ മിക്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൗണ്ട്സ് ആയിരിക്കും. പക്ഷേ ഈ JSW കേസ് വന്നപ്പം ഞാൻ കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ടെക്നിക്കലായിട്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻസിൽ HR ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം ഇന്റർവ്യൂ പാനൽസ് ഇരുന്നപ്പോൾ അവരാണ് ചോദിച്ചു, ഓൺലൈനായിട്ടായിരുന്നേ, വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെയിൻ. ഓക്കെ, അത് പറഞ്ഞു. പിന്നെ ചോദിച്ചു സ്ട്രെസ് ഡിപ്പെൻസ് ഓൺ സ്ട്രെയിൻ ആണോ, സ്ട്രെയിൻ ഡിപ്പെൻസ് ഓൺ സ്ട്രെസ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ശരിക്കും ഇതേപോലെ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ്. അതിപ്പം പറഞ്ഞ് തീരാൻ പോലും സമ്മതിക്കല്ല. പറഞ്ഞ് കുറെ ആയപ്പം അത് തെറ്റാണോ ശരിയാണെന്നില്ല ആരും പറയണില്ല. ജസ്റ്റ് പറഞ്ഞ് തീരാൻ പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അങ്ങനെ ഫുൾ ടെക്നിക്കലായിരുന്നു. അവസാനം മറ്റേ ലാസ്റ്റ് ആ ഒരു ടെക്നിക്കൽ റൗണ്ട് എല്ലാം കഴിഞ്ഞ് അവസാനം അവർ ചോദിച്ചത് അതും ഒരു ഞെട്ടിക്കാൻ സംഭവം. അത് ചോദിച്ച് ഹിന്ദി അറിയാൻ ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മൾ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടെ കൂടുതൽ മാനേജ്മെന്റ് സെക്ഷൻ ഹിന്ദിയിൽ നോർത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഹിന്ദി അത്യാവശ്യം മസ്റ്റാണ്. അതിപ്പോൾ നിങ്ങൾ നന്നായി പറയണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായാൽ മതി, അത്യാവശ്യം പറയാൻ പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഹിന്ദി അറിയാൻ ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയല്ലേ, അപ്പോഴേ അടിച്ച് ഷൗട്ടല്ല പുറത്തു വയ്ക്കളാൻ പറയും. ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞേ, സർ I can understand well, but I am not proficient to speak എന്ന് പറഞ്ഞത്. എന്നിട്ട് if I get the chance to brush up my language, I will do it well. അത്രയാണ് പറഞ്ഞത്. നന്നായി മനസ്സിലാക്കാൻ കഴിയും, ഒരു എന്താ പറയുക, അവരുമായിട്ടൊന്ന് കോൺവെർസേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതൊന്നും നല്ല സംസാരിക്കാൻ പറ്റും, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പൊ അവർക്ക് എന്താണ് ക്രൈറ്റീരിയ ആവശ്യമുള്ളത്, നിങ്ങൾ ഒരിക്കലും നോ എന്ന് അങ്ങനെ പറയല്ലേ, ഒരു രക്ഷയില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വന്നപ്പം കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഇന്റർവ്യൂവിന്റെ കേസിൽ സ്ട്രെസ് ചെയ്ത പറയണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ ഇന്റർവ്യൂ ശരിക്കും വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം ടെക്നിക്കൽ നോളജും പിന്നെ വേ ഓഫ് പ്രസന്റേഷൻ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയായിരിക്കും, പക്ഷെ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഈ JSW മാത്രമല്ല, ഏത് കമ്പനി ആയാലും എല്ലാ ഇന്റർവ്യൂ പ്രോസസ്സും ഇംഗ്ലീഷ് നടക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ശരിക്കും ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ടൈമില്ലേ, നമ്മൾ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ടൈം, അപ്പൊ എന്റെ ഹോസ്റ്റലിസ് ശരിക്കും നല്ല സപ്പോർട്ടീവ് ഫ്രണ്ട്സ് ആട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ ശരിക്കും എല്ലാ ദിവസവും വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ജസ്റ്റ് തമാശ കഴിക്കുമ്പോൾ എല്ലാം ഇംഗ്ലീഷ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ജസ്റ്റ് ട്രെയിനിങ് പോലെ. നിങ്ങളത് മടിയോ ക്ഷേമോ ഒന്നും വിചാരിക്കേണ്ട, കാരണം നിങ്ങളുടെ ലൈഫാണ്. അപ്പൊ നിങ്ങളുടെ ടേണിങ് പോയിന്റാണ്. നിങ്ങളൊരു ഇൻപുട്ട് ഇട്ടാലേ ശരിയാവും. പിന്നെ ഞാൻ തന്നെ ആരില്ലാത്ത സമയത്ത് ഇതുപോലെ ഞാൻ ശരിക്കും വീക്കാണ് ഇംഗ്ലീഷിൽ, അതുള്ളത്. അപ്പോൾ ആരില്ലാത്ത സമയത്ത് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യും, നമുക്കിങ്ങനെ പറ്റുന്ന ടോപ്പിക്കിനെ പറ്റിയൊക്കെ. എന്നിട്ട് ഞാൻ തന്നെ കേൾക്കും, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നോക്കി. ഇംഗ്ലീഷിന്റെ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളൊരു വിക്കൽ വരാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള പല ഫ്രണ്ട്സും, അതിനുള്ള കുറച്ച് ഫ്രണ്ട്സ് അവർക്ക് നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരാണ്, പക്ഷെ അവർക്ക് ഇംഗ്ലീഷിന്റെ പ്രശ്നം കാരണം ഇന്റർവ്യൂവിന് പോയായിരുന്നു. അവർക്ക് എന്താ മനസ്സിലുള്ളത് പുറത്തേക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ലാംഗ്വേജിന്റെ ഇരുപത്തി വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു മെയിൻ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. കമ്പനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അപ്പോൾ കമ്പനിക്ക് എന്താണ് ആവശ്യം അത് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറയാം. ഇപ്പം ഞാൻ ഒരു ലൈൻ ശരിക്കും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ പറയാം. അതിങ്ങനെയാണ്, ഐ എം റെഡി. ഇപ്പം ഞാനൊരു കോളേജിൽ മോട്ടോർ സ്പോർട്ട് ക്ലബിലുള്ള മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് അല്ല ഡിസൈൻ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐ എം റെഡി ടു വർക്ക് അണ്ടർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഫേസ് ഓഫ് ഇൻ എ ക്ലബ്ബ് എന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും കമ്പനീസിന് ആദ്യത്തെ ഒരു വർഷം ആവശ്യം ഉള്ളത് GTs ആയിട്ടാണ്. നിങ്ങൾ അതിലിപ്പോൾ നല്ല വർക്ക് എടുക്കും. മിക്ക സ്റ്റുഡൻസും GTs ആയിരിക്കുമ്പോൾ തന്നെ കമ്പനി വിട്ടു പോകാറുണ്ട്. അടുത്ത വർഷം ഞാൻ സുഖമാണ്, പക്ഷെ ആദ്യത്തെ വർഷം GTs ഇങ്ങനെ കമ്പനി വിട്ടുപോകണം ഈ ഒരു സ്ട്രെസ് കാരണം. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് എടുത്ത് പറയാം, ഐ എം റെഡി ടു വർക്ക് അണ്ടർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. അങ്ങനെ പറയുമ്പോൾ തന്നെ കമ്പനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വരും. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു പാർട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കണം. എല്ലാവരും അങ്ങനെ പറയണമെന്നല്ല, കമ്പനിക്ക് ആവശ്യമുള്ള എന്താണോ അത് നിങ്ങൾ പറയണം. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലബിനെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഈവന്റ് കോർഡിനേറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെന്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രെസ് ചെയ്ത് പറയാൻ കുഴപ്പമില്ല. പിന്നെ അടുത്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരെ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റേ എന്താ ഇൻട്രൊഡക്ഷനിൽ സ്ട്രെസ് ചെയ്ത് പറയാം. അപ്പൊ ഞാൻ എൻ്റെ ക്ലബിൽ നിന്ന് ക്വസ്റ്റ്യൻ HR ക്ലബിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ആഗ്രഹിച്ചത്, അപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു.
ഇപ്പൊ നിങ്ങൾക്ക് വേറെ പറഞ്ഞ ഈവന്റ് കോർഡിനേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പറയാൻ കോൺഫിഡൻസ് ആണെങ്കിൽ അത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ പുതിയ സ്കിൽസ് ഇപ്പോഴല്ലേ പഠിക്കുക, എന്ന് വെച്ചാൽ ആൻസിസ്, സോലിബക്സ് അങ്ങനത്തെ സ്കിൽസ് പഠിക്കുക. ആദ്യം മറ്റേ ഇൻട്രോഡക്ഷൻ സ്ട്രെസ് ചെയ്യും. അപ്പൊ ആദ്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോ എനിക്ക് HR ഇല്ല, HR ഉണ്ടായിട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ടെക്നിക്കലാണ്. അപ്പൊ ഇൻട്രഡക്ഷൻ ഇങ്ങനെ ക്ലബിനെ ബേസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമൊബൈൽസിനെ പറ്റി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു ടെക്നിക്കൽ റൗണ്ടിൽ. അത് എന്താ ഗിയർ സിസ്റ്റം, പിന്നെ ട്രാൻസ്മിഷന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അത്യാവശ്യം പറയാനും പറ്റി. അപ്പോൾ അതൊന്ന് സ്ട്രെസ് ചെയ്യാം. പിന്നെ നോക്കുക, പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പം ലൈക്ക് നിങ്ങൾ ചെറിയൊരു അത്യാവശ്യം കോൺഫിഡൻസ് തന്നെ ഇരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കോൺഫിഡൻസ് ഇരിക്കുക. ഇപ്പം അവർ ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞോളൂ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ മസിൽ പിടിച്ചൊന്നും സംസാരിക്കാൻ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇപ്പം പറയാം, ഹലോ ഐ എം അക്ഷയ്, ഐ എം ഫ്രം CET, ഇങ്ങനെ പറഞ്ഞേക്കാളും ബെറ്റർ ആണ് ഹലോ ഐ എം അക്ഷയ്, ഐ എം ഫ്രം CET, ചെറിയൊരു ചിരിയോടെ പറയുന്നത്. അപ്പൊ അത് അവര് പോലെ, അത് സൈക്കോളജി, അവര് പോലും അറിയാണ്ട് ലൈക്ക് അവർക്കൊരു ഇംപ്രഷൻ വീഴും അതിൽ. അപ്പോൾ നിങ്ങളൊരു പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളൊരു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിധം അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം, ഇപ്പം നിങ്ങൾ പലരും സെമിനാറൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും കോളേജിൽ. SN മെയിൻ സെമിനാർ ഉണ്ട്, അല്ലാണ്ട് വല്ല പ്രോജക്ട് പ്രസന്റേഷൻ അങ്ങനെയല്ലോ. അപ്പൊ അതില് ഈ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഒരുമാതിരി ചിരിച്ചു കാണിക്കൂലേ, ആ പരിപാടി നിങ്ങോട്ട് വേണ്ട കേട്ടോ. കാരണം ഇവിടെ എല്ലാം അത്യാവശ്യം പ്രൊഫഷണലായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഗേൾസിനൊക്കെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ മുന്നിച്ച് നിന്നിട്ട് അത്യാവശ്യം ഫോർമാലായിട്ട് ഇരുന്നിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ് വരുമ്പം അൺപ്രൊഫഷണലായിട്ട് ചിരിച്ച് കാണിച്ചു കൊടുത്താൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെ ഓക്കെ, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതേപോലെ ചിരിച്ചൊരുമാതിരി അങ്ങനത്തെ രീതിയിലൊന്നും പോവല്ലേ. നല്ല പ്രൊഫഷണലോടെ ചെറിയ ചിരിയോടെ സ്റ്റാൻഡേർഡിന് സംസാരിക്കാം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ കണ്ടന്റിനെ പറ്റി എന്താ പറയാ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയില്. ഇപ്പോൾ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പറയാം, വാട്ട് ഈസ് ഇന്റർഫറൻസ് സ്പീച്ച്, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. അത് ശരിക്കും ഒരു ടേം ആണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ തള്ളാനൊന്നും പറ്റത്തില്ല, അറിയില്ലെന്ന് പറയാം. സഡോണ് ഓക്കെ. ഇപ്പൊ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ന്യൂമാറ്റിക് സർക്യൂട്ട്സിലും പിന്നെ ഹൈഡ്രോളിക് സർക്യൂട്ട്സിലും എന്താ പറയാ, ഹെവി മെഷീനറീസ് യൂസ് ചെയ്യാൻ ഹൈഡ്രോളിക്ക, അതെന്തുകൊണ്ടാണ് ചോദിച്ചു. അതിപ്പം നിങ്ങൾ SL പഠിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ വേറെ ഒരു ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഡാംസ് ഇല്ലേ, ഡാംസ് ഒക്കെ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ സ്ലാൻഡ് ആയിട്ടല്ലേ പോയിക്കുന്നത്, അടിയിൽ ഇങ്ങനെ തിക്കറായിട്ട് പറഞ്ഞേ. അതെന്തുകൊണ്ടാ ചോദിച്ചാൽ, നിങ്ങൾ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ അത് ആലോചിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട്. അത് നിങ്ങൾ അറിയില്ല എന്നൊന്നും പറയില്ല. അതുപോലെ നിങ്ങൾ ഈ നേരത്തെ ഹൈഡ്രോളിക് സർക്യൂട്ട് ക്വസ്റ്റ്യൻ അല്ല, അല്ലെങ്കിൽ ഡാംസിൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരുമാതിരി കേട്ടോടെ തന്നെ അറിയത്തില്ല അങ്ങനെ പറയല്ലേ. ജസ്റ്റ് പെട്ടെന്ന് ആലോചിക്കണം. പറയാൻ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അത് ആലോചിച്ചൊന്ന് പറയാൻ ശ്രമിക്കുക. കാരണം കമ്പനീസിനും അറിയാം, ഇപ്പം നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഇപ്പം പഠിച്ചിറങ്ങിയുള്ളൂ, നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ നോളജ് ഇല്ലെന്ന് അറിയാം, പക്ഷെ നിങ്ങൾക്ക് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അവർ നോക്കും. നിങ്ങൾക്ക് ഇപ്പം അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാണ്ട് നിങ്ങൾ വിട്ടുപോയാൽ പോയി. ഇപ്പൊ ഡാൻസ് ഇങ്ങനെ നമുക്ക് താഴോട്ട് വെള്ളം വരുമ്പോൾ എന്താ അവിടെ പ്രഷർ കൂടുന്നുണ്ട്, പ്രഷർ കൂടുമ്പോൾ അതിനെ കുറച്ചുകൂടി വിസ്റ്റാൻഡ് ചെയ്യാൻ താഴോട്ട് തിക്കറാക്കണം. അങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് നിങ്ങൾ പറയാൻ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ടെക്നിക്കലായിട്ട് കണ്ടന്റ് വേണം. ചിലപ്പോൾ അവർ ഊക്കും, പക്ഷെ അവർ ഊക്കുമെങ്കിലും അവർ നിങ്ങളെ എന്തായാലും കൺസിഡർ ചെയ്യും ആ സംഭവത്തിൽ. അപ്പോൾ അങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യും. പിന്നെ പറയുകയെന്ന് വെച്ചാൽ എല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഓരോ പോയിന്റ്സ് അറിയുമ്പോൾ ചിലപ്പം ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടായിരിക്കും. ശരിക്കും ചെയ്യുന്നത് വെച്ചാൽ ഓരോ മോക്ക് റൗണ്ട് അടിക്കുക കേട്ടോ. ഇതേപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ടേ ഓരോ ഈ മോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങളൊരു 2-3 ലെവൽ അപ്പ് കുറച്ചുകൂടി മേളിലേക്ക് എടുക്കും. കമ്പനിയുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആണ്, ഫ്രണ്ട്സിന് മുമ്പിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് അത് സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കമ്പനിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും ഈ മോക്ക് റൗണ്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൽ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് വാങ്ങുക ഈ സംഭവത്തിന്. അതിനും ഈ പറയുമ്പോൾ മടിയോ ഷെയ്മോ ഒന്നും വിചാരിക്കേണ്ട, കാരണം നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഇപ്പം ഏത് കമ്പനിയിലേക്ക് നിങ്ങൾ പോകണേ ആ ഒരു കമ്പനിയെ പറ്റി മനസ്സിലാക്കുക. ജസ്റ്റ് ആ കമ്പനി എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റീൽ മാനുഫാക്ചറിങ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റീൽസിന്റെ നമുക്ക് ഈ അയൺ കാർബൺ ഡയഗ്രാം ഒക്കെ ഇല്ലടാ, അപ്പോൾ അതിനെ പറ്റി ഞാൻ പഠിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ലൈക്ക് ഈ
സിമെന്റേറ്റിന്റെ കോമ്പോസിഷൻ അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നോക്കിക്കൊണ്ട് പോയോണ്ട് പറയാൻ പറ്റും. അപ്പോൾ കമ്പനീസ് എന്ത് ബേസ് ചെയ്തിട്ടാണ് അതിനെപ്പറ്റി അവർ ചോദിക്കും. അതിപ്പം വേറെ എന്താ പറയുക, ചിലപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അവരുടെ സ്റ്റോക്കോ അവരുടെ അല്ലെങ്കിൽ അവരുടെ ലൈക്ക് ഇന്ത്യയുടെ മാർക്കറ്റിലുള്ള നിലവാരം അങ്ങനെ പറ്റി ജനറൽ ആയിട്ട് ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ ഈ ടൈമിൽ എന്താ പറയുക, അത്യാവശ്യം ടെക്നിക്കലായിട്ടൊക്കെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഇൻ്റർവ്യൂ വേണ്ടിയിട്ടാണെങ്കിൽ ടെക്നിക്കായിട്ട് പഠിക്കുക, ആറ്റിറ്റ്യൂഡൊക്കെ നോക്കുക. പിന്നെ മെയിനായിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പം നമുക്കിപ്പം ചില കമ്പനീസൊക്കെ കാറ്റ് മോഡലിംഗ് കാര്യമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് സോളിബക്സ് നമ്മൾ കാറ്റ് മോഡലിംഗ് സോഫ്റ്റ്വെയർസ് നോക്കുക, പിന്നെ ആൻസിസ് ഉള്ളത് നോക്കുക. ഈ നിങ്ങളുടെ റെസ്യൂമിൽ ഭയങ്കര ബൂസ്റ്റപ്പാണ്. അപ്പോൾ നിങ്ങൾ അവർ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കത്തില്ല ക്വസ്റ്റ്യൻ, പക്ഷെ അവർ റെസ്യൂമെ കാണുമ്പോൾ അത് ഭയങ്കര ബൂസ്റ്റ് ആവും. ഇപ്പം എനിക്കറിയാൻ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ പേര് ക്വസ്റ്റ് ക്ലബ്. അവരുടെ എന്താ പറയുക കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. ലൈക്ക് ആ കുട്ടിക്ക് ബേസിക് ലെവലെങ്കിലും ഒരു അനാലിസിസ് സോഫ്റ്റ്വെയറിനെ പറ്റി നോളജ് വേണം. അപ്പോൾ എനിക്കറിയാം ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ ഒരു അവൻ കമ്പനിക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു 1 വീക്ക് കൊണ്ടാണ് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചത്, കമ്പനി കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാ നിങ്ങളൊരു റോൾ എടുത്തുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം സ്കിൽസ് അല്ല, ഒരു സോഫ്റ്റ് സ്കിൽസ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി, ഇപ്പം നിങ്ങൾ സോഫ്റ്റ് സ്കിൽസിൽ പലതും വയ്ക്കുമെന്ന് വെച്ചാൽ എന്താ പറയുക, ലീഡർഷിപ്പ്, പിന്നെ എന്താ ടീം മാനേജ്മെൻറ്റ്, പിന്നെ ടീം വർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ശരിക്കും നമ്മൾ ഗൂഗിൾ നോക്കിയാൽ ആദ്യം കാണുന്ന സെൻറ്റൻസ്. അപ്പോൾ കമ്പനി ഇത് കാണുമ്പോൾ ആദ്യം നിങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത ലൈഫിൽ ഒരു മൊമെൻറ്റ് പറയാൻ പറയും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങൾ ആലോചിക്കല്ലേ അത് ഏത് മുൻപിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആലോചിക്കല്ലേ. അങ്ങനെ നിങ്ങൾ ശരിക്കും റെസ്യൂമിൽ എന്തൊക്കെ വയ്ക്കണോ അതിൻ്റെ കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ മനസ്സിൽ കാണും. അവിടെ ചെന്നിട്ടൊന്നും നിങ്ങൾ അതിനകത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കിട്ടത്തില്ല. അപ്പോഴേക്കും അവർ മനസ്സിലായി നിങ്ങൾ ഉടയപ്പ് കാണിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം പ്രിപ്പയർഡ് ആയി പോകും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു മോക്ക് റൗണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുക. ഈ മോക്ക് റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. പിന്നെ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടൊക്കെ തന്നെ കമ്പനി മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ അക്ഷയ് ചേട്ടാ, അപ്പൊ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. JSW നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തതായി നമുക്ക് സവാദിക്കാൻ അറിയാത്ത ആരുമില്ല. സവാദിക്കാൻ നമുക്ക് ആദ്യം തന്നെ അടുത്തത് ഹ്യുണ്ടായി പ്ലേസ് സവാദിക്കാൻ. ഹലോ, കേക്കാവോ? ഹലോ, അപ്പോ അറിയാലോ, എന്റെ പേര് സവാദ്. ഞാൻ ഇപ്പോ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നേരെ വന്നിരിക്കുകയാണ്. അപ്പൊ ഹ്യുണ്ടായിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഹ്യുണ്ടായി ആദ്യമായിട്ടാണ് തമിഴ്നാടിന് പുറത്ത് ഒരു നാഷണൽ ലെവലിൽ മാസമായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കോളേജിലോട്ട് വരുന്നത് ആദ്യമായിട്ട്. അത് കാരണം നമുക്ക് ബാക്കി എല്ലാ കമ്പനീനെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്താണ് L&T വന്നു കഴിഞ്ഞാൽ JSW നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം ഞാനത് JSW ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം വരുന്ന കമ്പനീസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ഹ്യുണ്ടായിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അവരുടെ റൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ നോർമൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ഒരു 78-80 പേരെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നായിരുന്നു. അപ്പൊ അത് ആ പിള്ളേരിന്ന് അവർ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ നമ്മുടെ ഒരു SWOT അനാലിസിസ് ഉണ്ടാവുമല്ലോ, ഈ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, അത് വെച്ചിട്ട് ഒരു 5 സ്ലൈഡുള്ള പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രസന്റേഷനും അത് കഴിഞ്ഞ് ടെക്നിക്കൽ വെച്ചാറും പിന്നെ അത് ഒരുമിച്ചായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ബ്രീഫായിട്ട് ഇതിന്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യം ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ക്ലിയർ ആവുക എന്നുള്ളത് നമ്മൾ അത് എങ്ങനെ പഠിച്ചിട്ടോ എങ്ങനെ ചെയ്തിട്ട് അത് ക്ലിയർ ആവലാണ് ഏറ്റവും. സത്യം പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യും, ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടത്തില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് ഇത് നമുക്ക് ക്രൈറ്റീരിയ നമുക്ക് വെക്കാൻ പറ്റത്തൊന്നുമില്ല, ഇത്ര മാർക്ക് വാങ്ങിയാൽ ക്ലിയർ ആവും. കാരണം അതൊരു കോർപ്പറേറ്റ്, നമ്മുടെ കമ്പനീസ് ഒക്കെ ഒരു കോർപ്പറേറ്റ് കമ്പനീസാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും, എത്ര പിള്ളേരെ ഓൺബോർഡ് ചെയ്യണം, എത്ര ഇന്റർവ്യൂ എത്തണം, അവർക്കൊരു കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാവും. ഇത്ര ദിവസമാണ് പ്രോഗ്രാം നടത്തേണ്ടത്, അതിൽ ഇത്ര പിള്ളേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് അവർ ചിലപ്പോൾ മാർക്ക് വെച്ചിട്ട് നമ്മൾ CGP മറ്റേ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് പുറമെ CGP വെച്ച് ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്യും. അവർക്ക് വേണ്ട രീതിയിൽ അവർ എങ്ങനെ വെച്ചാൽ സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ അതിൽ കയറി പറ്റലാണ്. അതെല്ലാത്തിനും ഏകദേശം സെയിമാണ്.
കോർ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റയർ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. എന്താ മീൻ റയർ ആയിട്ടെന്നല്ല, ഒരു 70% നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഹ്യുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ടോപ്പിക്കും കിട്ടും. ചിലപ്പോൾ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, ചിലപ്പോൾ ചുമ്മാ അങ്ങനെയൊക്കെ ടോപ്പിക് ആയിരുന്നു, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമുക്ക് അതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ തുടങ്ങുന്ന ആളൊരു കൺസെപ്റ്റ് എങ്ങനെ ഇരിക്കും അതനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഈ GD വളരെ കുറച്ച് കമ്പനീസേ നമ്മൾ ഇതുണ്ടായിരുന്നുള്ളൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ കുറച്ച് കമ്പനീസേ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് ഹുണ്ടായിന്റെ കുറച്ച് വലിയ ലെങ്തി പ്രൊസീജിയർ ആയിരുന്നു. അതായത് രാവിലെ 8:30 തുടങ്ങിയിട്ട് വൈകുന്നേരം 5-6 മണി വരെ കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് എക്സോസ്റ്റിംഗ് ആയിരുന്നു അവസാനത്തെ കാര്യം. എന്റെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റിന്റെ തൊട്ട് മുമ്പ് ഞാൻ രാവിലെ 8:30 വന്നിട്ട് അവസാനം 5:30 എന്റെ ഇന്റർവ്യൂ ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതുവരെ അവിടെ ഇരിക്കും വേണം. അപ്പൊ ആദ്യം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്റെ ടോപ്പിക് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു, ഈ വുമൺ എംപവർമെന്റ് റിയലി ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പലതും പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് ഈ ടോപ്പിക്കിൽ കുറച്ച് ഡൈവേർട്ട് ആയിപ്പോയി. അതായത് ഇപ്പോ കുറച്ച് പേര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വുമൻസ് അവര് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മുടെ എന്നിട്ട് നമ്മളെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാൾ മറ്റേ HR വന്നിട്ട് നമ്മളോട് നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് സൊസൈറ്റി ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കണം. ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുന്നത് എന്നുള്ളൊരു സ്പെസിഫിക് പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനോട് സ്ട്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോയിന്റ് വരും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. അത് ഞങ്ങൾ ഗ്രൂപ്പിൽ സെലക്ട് ആയ കുറച്ച് പേര് വളരെ അത്യാവശ്യം ഓവറായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോയിന്റ് വളരെ പ്രിസൈസ് ആയിരിക്കണം, അപ് ടു ദ പോയിന്റ് ആയിരിക്കണം. അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം, എത്ര വലിയ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് അവർക്ക് എത്തിക്കാൻ നോക്കണം. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ സിമ്പിൾ ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി നമുക്ക് അതിനെ വാരി വലിച്ച് സംസാരിക്കാനൊക്കെ അറിയുണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ ചുരുങ്ങിക്കൊണ്ട് ആ സംഭവം മറ്റാൾക്ക് എത്തിക്കണം. അതിന് പുറമെ ബാക്കിയുള്ളവർ പറയുമ്പോൾ അത് കേൾക്കണം, ബാക്കിയുള്ളവർക്ക് ഒരു അവസരം കൊടുക്കണം. അതേപോലെ തന്നെ അവസരം കൊടുക്കുന്നതിന് പുറമെ നമ്മൾ വേറെ ആരെയും ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അവർ സംസാരത്തിനിടയിൽ ഇടയിൽ കയറി സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എതിരെ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കത്തിലോട്ടൊന്നും പോകാൻ പാടില്ല. കാരണം ചില ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആർഗ്യുമെന്റ് പോലെ കൈപ്പോകും. അങ്ങനെ ഒന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇരിക്കുന്നതിനും നിൽക്കുന്നതിനൊക്കെ ഒരു മാനേഴ്സ്, അതൊക്കെ അവർ ചിലരത് നോക്കും. കാരണം ആ സമയത്ത് HR-ന്റെ ഒരു തോന്നലനുസരിച്ചിരിക്കും നമുക്ക് ഇത് പാസ്സാവണോ അല്ലേ എന്നുള്ളത്. കാരണം 80 പേരിന്ന് വെറും 18 പേരെ കണ്ടേ ഉള്ളൂ ഇവര് GD കഴിഞ്ഞിട്ട് നമ്മളോട് ഇന്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നോക്കിയിട്ട്, കാരണം പോയിന്റ്സ് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ടോപ്പിക് കുറെ പേർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ ടെക്നിക്കലി കുറെ ടോപ്പിക് വരും. ചിലവർക്ക് നോർമൽ വല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്, ചിലവർക്ക് ഗ്രീൻ വൈറ്റ് അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണോ അത് ഇപ്പോൾ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ആലോചിക്കും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു നല്ല രീതിയിൽ ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ വേണം പറയാൻ. അതിന് പുറമെ നമ്മൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അതിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് സൊസൈറ്റിയിൽ അതിന്റെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആകെ കൂടെ 3-4 പോയിന്റ് സംസാരിച്ചിട്ടുള്ളൂ. ഇതിന്റെ ടോട്ടൽ ടൈം എടുത്ത് 1 മിനിറ്റ് 1.25 മിനിറ്റ് എങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ടാകത്തുള്ളൂ. പക്ഷെ എന്തോ ഭാഗത്തിന് നമ്മൾ GD ക്ലിയർ ആയിട്ട് നമ്മളോട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതായിരുന്നു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ പ്രസന്റേഷനിൽ അവർ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 5 സ്ലൈഡ്. അതിൽ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ SWOT അനാലിസിസ്. SWOT എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. അപ്പൊ നമ്മളെ ഒരു പേഴ്സണൽ SWOT അനാലിസിസ്, അതിന് പുറമെ തന്നെ പ്രൊഫഷണൽ. നമ്മളൊരു പേഴ്സൺ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, അതിനെ കുറിച്ചിട്ട് ഒരു സ്ലൈഡ്. നമ്മൾ പ്രൊഫഷണൽ ആയി കൊണ്ടുപോകുമ്പോൾ ഒരു സ്ലൈഡ്. പിന്നെ വൈ ഹുണ്ടായി, നമ്മൾ എന്തുകൊണ്ട് ഹുണ്ടായിനെ സെലക്ട് ചെയ്യുന്നു, അതേപോലെ ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞാൽ വൈ ഹുണ്ടായി ഷുഡ് സെലക്ട് മീ, ഹുണ്ടായി എന്തുകൊണ്ട് നമ്മൾ എടുക്കണം എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചൊരു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പൊ അത് ഒരു ക്രൂഷ്യൽ സാധനമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ ആവശ്യം വന്നില്ല. കാരണം നിർഭാഗ്യവശാൽ ആണോ ഭാഗ്യവശാലാണോ എന്നറിയില്ല, ഞാൻ പെൺഡ്രൈവ് കുത്തിയപ്പോൾ സ്ക്രീൻ അടിച്ചു പോയി. അതുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വന്നില്ല. പക്ഷെ അവരിങ്ങനെ അപ്പോൾ ഫോണൊക്കെ ഓഫ് ആയിരുന്നു. ഞാൻ വൈകുന്നേരത്ത് എത്തിയപ്പോൾ തന്നെ ഫോണൊക്കെ ഓഫ് ആയിരുന്നു. അപ്പോൾ അവർ ചുമ്മാ എന്നോട് പറയാനേ പറഞ്ഞു. പക്ഷെ ആദ്യം ഞാനത് പറഞ്ഞപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പ്രസന്റേഷൻ വരും, അപ്പൊ അത് വെച്ച് പ്രിപ്പയർ ചെയ്തു, അത് വെച്ച് നോക്കി സംസാരിക്കാം. ആ ഒരു മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സാധനം സ്ക്രീൻ ഡിസ്പ്ലേ അടിച്ചു പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ റെസ്യൂമി
എൻ്റെ റെസ്യൂമിലുള്ള ഓർഡറിലാണ് നമ്മൾ ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒന്ന് റെഡിയായി വന്നത്. ഇവർ മെയിൻ ആയിട്ട് നോക്കുക വെച്ച് കഴിഞ്ഞാൽ ഹ്യുണ്ടായിന്റെ പ്രൊസീജിയർ വെച്ച് കഴിഞ്ഞിട്ട് അവർ മെയിൻ ആയിട്ട് നോക്കിയത് നമ്മൾ റെസ്യൂം അവർക്ക് കൊടുക്കും. കൂടെ ഈ ഇത് റെസ്യൂമിൽ നമ്മൾ പ്രസന്റേഷൻ ഓൾറെഡി ഇവർക്ക് തലേ ദിവസം തന്നെ ട്രാവലിംഗ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമ്മളെ റെസ്യൂമി അവർ നോക്കിയിട്ട് അതിൽ ഈച്ച് ആൻഡ് എവരി പോയിന്റ് നല്ല വൃത്തിക്ക് ചോദിക്കും. അവരെന്തുകൊണ്ട് അത് ചെയ്ത്, നമ്മൾ എന്തുകൊണ്ട് ഇന്ന സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് പല രീതിയിൽ ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ട്യൂഷൻ എടുക്കാൻ താല്പര്യം, പഠിപ്പിക്കാൻ താല്പര്യമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വൈക്ക് അവർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ വന്നു വല്ല PhD എടുത്ത് പ്രൊഫസറായി പൊക്കൂടെ. അപ്പൊ നമ്മളെ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആ രീതിയിൽ വേണം അവരോട് പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്റെ എക്സ്പെൻസ് ഞാൻ തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ആയിട്ട് പോകുന്നു, അതിനുവേണ്ടി പോകുന്നു. അപ്പൊ അവർ ചോദിച്ചത് അത് നമ്മുടെ മറ്റേ എഡ്യൂക്കേഷനെ മറ്റേ അക്കാഡമിക്സിനെ ബാധിക്കില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കുറെ. അപ്പോൾ അതിനെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, ആ രീതിയിൽ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്ത് വിടണം. അപ്പോൾ അവർ ചിലപ്പോൾ ഇതുമാതിരി നമ്മളെ കോൺട്രാഡിക്ട് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തന്നെ ഇനി അഥവാ എന്തെങ്കിലും ടെക്നിക്കലി ആയിട്ട് കുറച്ച് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അവർക്ക് റെസ്യൂമ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഓരോ കമ്പനിക്ക് ബേസ് ചെയ്ത രീതിയിൽ ഒറ്റ റെസ്യൂം എടുത്തിട്ട് എല്ലാ കമ്പനിയും കൊടുക്കരുത്. ഓരോ കമ്പനി അനുസരിച്ചിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അവർക്ക് എന്താണ് നമ്മളിന്ന് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള റെസ്യൂമ് വേണം നമ്മൾ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ എടുത്താൽ മതി. അപ്പോൾ തുടക്കത്തിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല, നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കും തുടക്കത്തിൽ ഫസ്റ്റ്. അപ്പൊ ആ സംഭവം വെച്ച് കഴിഞ്ഞാല് ഓരോ കമ്പനിക്ക് ഓരോ ഗോളും എയിമും ഒക്കെ ഉണ്ടാവും, മിഷൻ എന്നൊക്കെ സംഭവം ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളൊരു സാധനം കൊടുക്കുക. ഒരു ഓട്ടോമൊബൈൽ കമ്പനി ആണെങ്കിൽ അത്, ഒരു മാനുഫാക്ചറിങ് ആണെങ്കിൽ അത്, ഒരു R&D ആണെങ്കിൽ അങ്ങനെ, ഗ്ലാസ് മാനുഫാക്ചറിങ് ആണ്, സ്റ്റീൽ മാനുഫാക്ചറിങ്, അങ്ങനെ ഓരോന്നും ഒരു സ്പെസിഫിക് ആയിട്ട് അവർക്ക് ആപ്റ്റ് ആയ രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം HR നമ്മളോട് ഈ ഇന്റർവ്യൂ ഇരിക്കുന്ന പാനൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ വലിയൊരു ഇംപ്രഷൻ ഉണ്ടാകും. അപ്പൊ അവരിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഫീൽഡിൽ മറ്റേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു NDT ആയിരുന്നു. NDT നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. S6 അറിയാം, എലക്റ്റീവ് വന്നിട്ടുണ്ടാവും NDT എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ വേറെ ഓട്ടോമൊബൈൽ ക്ലബിലൊന്നുമില്ല, ടെക്നിക്കൽ ക്ലബിലൊന്നും അങ്ങനെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, ഞാൻ ഒരു ക്ലബിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാം പിടിച്ചിരുന്നത്. കാരണം ഈ NDT എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും, ഇപ്പൊ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, എന്ത് ഫീൽഡിലാണെങ്കിലും NDTക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്ത് സാധനം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്, ആ ടെസ്റ്റിംഗ് ചെയ്യാനുള്ള മെത്തേഡാണിത്. അപ്പോൾ ഓരോ ഫീൽഡിലും ഓരോ ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് ഉപയോഗിക്കുക. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഞാൻ S6 NDT എടുത്ത്, S7 അഡ്വാൻസ് NDT എടുത്തിരുന്നു. പിന്നെ അതിന്റെ ISNT നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ടോമോഗ്രഫി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, ISR മറ്റേ LPSC പോയിട്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൽ ചുമ്മാ റെസ്യൂമിൽ ഒരു സാധനം എഴുതിയായിരുന്നു. അതായത് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ NDTന്റെ വേരിയസ് മെത്തേഡ്സിനെ കുറിച്ച് അറിയായിരുന്നു എന്ന് പറഞ്ഞു. അത് നേരത്തെ അക്ഷയ് പറഞ്ഞ മാതിരി നമുക്ക് അറിയണ കാര്യം കൊണ്ട് നമ്മൾ അത് സ്ട്രെസ് ചെയ്ത് പറയണം. ഓൾറെഡി റെസ്യൂമിലും കൊടുത്ത് അതിന് കൂടെ തന്നെ ഞാൻ അവരോട് പറയുന്ന ഇടയിൽ എന്നോട് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വെച്ചപ്പോൾ ഞാൻ അതാ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ഇവിടെ NDT ലാബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എക്സൽ ചെയ്യാൻ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചോളന്നില്ല. നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് നല്ല വൃത്തിക്ക് അറിയുന്ന സംഭവത്തെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇവർ ആകെ എന്നോട് ചോദിച്ചത് NDTന്റെ ലാബ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോളൂ. ഞാൻ ഇവിടുന്ന് എനിക്ക് NDTനെ കുറിച്ച് അറിയണ ചരിത്രം മൊത്തം പറഞ്ഞു കൊടുത്ത്. അതായത് ഇങ്ങനെ ഇവിടെ ഇന്ന ലാബ് ഉണ്ട്, ലിക്വിഡ് പെൻസിൽ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, അതിന്റെ ലാബിൽ അതൊക്കെ സൗകര്യമുണ്ട്. പിന്നെ ഞാൻ LPSC പോയിട്ട്, അപ്പൊ LPSC പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ISROന്റെ ഇതാണ് മറ്റേ പ്രൊപ്പൾഷന്റെ ലിക്വിഡ് പ്രൊപ്പൾഷന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവിടെ പോയിട്ട് ഡിജിറ്റൽ റേഡിയോഗ്രഫി, ഫിലിം റേഡിയോഗ്രഫി, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, അതിനൊക്കെ ലൈവ് ഡെമോൺസ്ട്രേഷൻ അവരെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവരൊന്ന് ഇംപ്രസ്ഡ് ആയത്. കാരണം അപ്പോൾ അവർ നമ്മളോട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുവരെ എന്ന് പറഞ്ഞാൽ അവര് നോർമൽ ഒരാൾ വരുന്നത് ഇന്റർവ്യൂ എടുക്കുന്നു പോകുന്നു ആ ഒരു ഫ്ലോയിൽ വരിക. അപ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യം അവരെടുത്ത് പറയുമ്പോൾ അങ്ങോട്ട് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കും. അതേപോലെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചാൽ തൊട്ട് മുമ്പ് ഞാൻ ഗൂഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓട്ടോമൊബൈലിൽ കൂടുതൽ ഉപയോഗിക്കുന്ന എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷീറ്റ് മെറ്റലൊക്കെ ഉപയോഗിക്കുന്ന, അപ്പൊ മാഡം നമ്മളെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, ഡോറും മറ്റേ ബോഡിയൊക്കെ, കാറിന്റെ ബോഡിയൊക്കെ ഉണ്ടാക്കുന്ന അതിന് ഫ്ലോസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എഡ്ഡി കറന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് തീർന്നതും
ഒരു HR ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇത് എട്ടിക്കാറിന്റെ പ്രിൻസിപ്പിൾ എന്താ, ആ ടെസ്റ്റിങ്ങിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ ചോദിച്ചു. അപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് കുറച്ച് വൃത്തിക്ക് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത്യാവശ്യം അതുവരെ ഉള്ളതിനെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയായിരുന്നു ഏകദേശം അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം HR ലെവല്, അങ്ങനെ ചുമ്മാ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്യൂമിലുള്ളതിനെ കൂടുതൽ സ്ട്രെസ്സായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലവർക്ക് പറ്റിയ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഇലക്ട്രിക്കലിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പറ്റിയ വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ അവർ റെസ്യൂമിൽ ആഡ് ചെയ്ത്. പക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ബേസിക് ഐഡിയ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ഡെപ്തിലാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവരെ സംഭവത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് ചോദിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അറിയെങ്കിൽ മാത്രം ഇടാം. അപ്പൊ നമ്മൾ ഞാൻ ഇപ്പോൾ സീനിയേഴ്സിനോട് ഇതുപോലെ പ്ലേസ്മെന്റിനെ കുറിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവരും പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്ത പ്രൊജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് റെസ്യൂമിൽ ആഡ് ചെയ്യാം, പക്ഷേ എന്താ അറിയണം, അതിനെപ്പറ്റി നല്ല വിവരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരു സാധനം റെസ്യൂം ഇതാക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടിട്ട് കാര്യമില്ല. നമുക്ക് എന്തറിയോ അത് ചെയ്യണം. അപ്പൊ ഞാൻ അതേപോലെ ഒരു NPTEL കോഴ്സൊക്കെ ചെയ്യണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാനത് ആഡ് ചെയ്യാൻ മാത്രമുള്ള വിവരം എനിക്ക് ആ കോഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്തെന്ന് വെച്ചോട്ടോ അത് നല്ല വൃത്തിക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റെസ്യൂമിൽ ആഡ് ചെയ്ത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കുക. പിന്നെ റെസ്യൂമി ബിൽഡ് ചെയ്യുമ്പോൾ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പിലേക്ക് റെസ്യൂമി ഓപ്പൺ ചെയ്യുമ്പോഴേ ഈ റെസ്യൂമിന്റെ ഇപ്പോൾ A4 സൈസിലേക്ക് നമ്മൾ റെസ്യൂമി ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിന്റെ 1/3 പോർഷനെ നമുക്ക് ലാപ്ടോപ്പ്, നിങ്ങൾക്ക് അറിയാലോ ലാപ്ടോപ്പിൽ PDF ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ മെയിലൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഡോക്യുമെന്റ് അയച്ചിട്ട് ലാപ്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു PDFന്റെ ഒരു 1/3 പോർഷനെ നമ്മുടെ എന്തുണ്ടാവുള്ളൂ, സ്ക്രീനിൽ കാണത്തുള്ളൂ. ആ ഒരു 1/3 പോർഷനിൽ വേണം നമ്മുടെ ഇംപ്രസീവ് ആയ കാര്യങ്ങൾ അവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചിലവർ എന്ത് ചെയ്യും, റെസ്യൂം ഉണ്ടാക്കുമ്പോൾ ആ പോർഷനിൽ എന്ത് ചെയ്യും, അവിടെ ഫോട്ടോ, നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കണ്ടെന്നല്ല, അത് വെക്കണം. അതിന് കുറെ പൊസിഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളത് കുറെ ടെംപ്ലേറ്റ് ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് സൈഡിലോ അതിന് ആ ഒരു അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ പിന്നീട് വെരിഫൈ ചെയ്യും. അവർക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ ക്വാളിറ്റിയാണ്. അപ്പൊ ആ സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ആദ്യം വെച്ച് വെച്ചാൽ ഒബ്ജക്റ്റീവ് ഏറ്റവും മുകളിൽ വെക്കണം, അതിന് താഴെ ഇന്റേൺഷിപ്പ് ചെയ്തത്, പിന്നെ വർക്ക്ഷോപ്പ് ചെയ്തത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്, നമ്മളെ കുറിച്ച് ഒരു നമുക്ക് എന്തിനെ കുറിച്ച് അറിയാന്നുള്ളത് ആദ്യം അവിടെ കാണണം. അപ്പോൾ അവരത് എന്ത് ചെയ്യും, തുറന്നു നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ കുറെ വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറെ റെസ്യൂമൊക്കെ അയക്കാന്നുണ്ടെങ്കിൽ കുറെ സാധനം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കി വിടുക എന്നല്ലാണ്ട് നമുക്ക് തുറന്നു നോക്കാൻ ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന സ്ഥലത്ത് എന്തെങ്കിലും വേണം. ആ രീതിയിൽ വൃത്തിക്ക് ഉണ്ടാക്കണം. പിന്നെ മാക്സിമം 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ് അതിന്റെ മുകളിലോട്ട് വാരി വലിച്ചിടൊന്നും വേണ്ട. അത് നല്ല വൃത്തിക്ക് നോക്കിക്കൊണ്ട് ചെയ്യാം. പിന്നെ ഈ കുറെ ഇതിന്റെ കൂടെ പ്ലേസ്മെന്റ് ഇരുന്നപ്പോഴും ഓട്ടോമൊബൈൽ ക്ലബിലുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരോട് ചോദിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ഓട്ടോമൊബൈൽ ക്ലബിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരോട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചോദിച്ചു. അപ്പൊ ചിലവർക്ക് അത് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റി. പക്ഷെ ചിലവർക്ക് അത് അത്ര നന്നായിട്ട് പറയാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് ഇങ്ങനെ മെക്കാനിക്കലിന് നമ്മൾ ഇന്ന മാത്രമേ മെക്കാനിക്കലിന് എടുത്തിട്ടില്ല, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ലിൻസ് എന്ന് പറഞ്ഞു. അപ്പോ അവര് പ്രതീക്ഷിക്കുന്ന അത്ര ഇത് അവരുടെ കിട്ടിയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ കയറി ചെല്ലാണ്ട് അത്യാവശ്യം പ്രിപ്പയർ ആയിട്ട് കമ്പനീനെ പറ്റി നമ്മൾ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കമ്പനീനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ താല്പര്യമുണ്ട് നിൽക്കാൻ, മീൻസ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അക്ഷയ് പറഞ്ഞല്ലോ, എക്സാമിന് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിന്റെ കാര്യങ്ങളൊക്കെ അക്ഷയ് പറഞ്ഞു. അത് തന്നെ പറയാനുള്ളൂ. നമ്മുടെ പ്രത്യേകിച്ച് ഹ്യുണ്ടായിന്റെ ഒരു പ്രൊസീജിയർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഹ്യുണ്ടായിനെ വെച്ചാൽ കുറച്ച് ലെങ്തി പ്രൊസീജിയറാണ്. പിന്നെ അവർ ആദ്യം നമ്മളോട് ഇങ്ങനെ അവര് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാലറി കാര്യങ്ങളൊക്കെ ശേഷം കുറവായി 5.8 LPA 4 year ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പ്രീ പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് വന്നപ്പോഴാണ് അവരൊരു 2.25 lakhs എക്സ്ട്രാ നമുക്ക് മറ്റേ റിട്ടൻഷനായിട്ട് എക്സ്ട്രാ വേരിയബിൾ ഒക്കെ ആയിട്ട് തരും. അവിടെ കുറെ ബോണസും കാര്യങ്ങളും ലീവും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സെറ്റപ്പാണ്. ഇപ്പൊ ഞാൻ അവരുടെ ഒരു 5-star അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അവർ ഇവിടെ ചെന്നൈയിൽ ഏതോ നമുക്ക് ഫസ്റ്റ് 12 days ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് മറ്റേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീലിങ്സ് ആണ്. ഞാൻ ആദ്യം ഇങ്ങനെ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇതിനു മുമ്പ് വലിയ പോയ സീനിയേഴ്സിനെ കുറിച്ച് പരിചയമൊന്നുമില്ല, പിന്നെ എങ്ങനെയാവും അവസ്ഥ എന്നുള്ളതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഇവിടെ വന്ന് കുഴപ്പമില്ലാതെ അത്യാവശ്യം ഇത് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നീ ബാക്കിയുള്ളവരോടും കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ താങ്ക് യു. നമുക്ക് ഡൗട്ട് സെഷനായിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വെക്കാം. അപ്പൊ സാദിക്ക് ഇത്രയും പറഞ്ഞതിൽ വളരെ വളരെ നന്ദി. പിന്നെ അടുത്തതായി നമുക്ക് നോയ് ചേച്ചി ഉള്ളത്. അപ്പൊ നോയ് ചേച്ചി ഡാംലർ ട്രക്സിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. അപ്പൊ നോയ് ചേച്ചി.
ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ഞാൻ ഡാംലർ ട്രക്ക് ഇന്നോവേഷൻ സെന്റർ ഇന്ത്യ, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പ്ലേസ്ഡ് ആയത്. അപ്പം ഞാൻ ഫെബ്രുവരി തൊട്ട് കഴിഞ്ഞ ആഴ്ച വരെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ഈ ഒരു 1 month ഫ്രീ ഉണ്ട്. ഇനി ഓഗസ്റ്റിലാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പം ഡാംലർ ട്രക്ക് ഡീറ്റെയിൽസ് ഇതിനെ പറ്റി പറയുമ്പം എങ്ങനെയാന്ന് വെച്ചാൽ, ഡാംലർ ട്രക്ക് ഏജിന്റെ R&D സെന്റർ ആണ്, ഇന്ത്യയിലെ R&D സെന്റർ ആണ് DTIC. അപ്പം ഡാംലർ ട്രക്ക് ഏജിന്റെ അണ്ടറിൽ വരുന്ന ബ്രാൻഡ്സ് ഒക്കെയാണ് മറ്റേ മെർസിഡീസ് ബെൻസിന്റെ ട്രക്ക് ബസ്സസ്, ഫ്രൈറ്റ് ലൈനർ, ഫ്യൂസോ, ഭാരത് ബെൻസ്, ഇങ്ങനത്തെ ഈ ബ്രാൻഡുകളുടെ എല്ലാം R&D സെന്റർ. അതാണ്. നിങ്ങളോട് എനിക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ കമ്പനികൾ വരും. അപ്പൊ നിങ്ങൾ കുറേ ടെസ്റ്റ് എഴുതും, എക്സാം എഴുതും, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും. പക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ പ്ലേസ്ഡ് ആവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം കുറേ ഫെയിലിയേഴ്സ് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ നിരാശയായിട്ട് എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല, എന്നെ കൊണ്ട് ഇത് ആവൂല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാഡ് ആയി പോവില്ല. കാരണം എനിക്കെന്ന് പറയുമ്പം ഡാംലർ ട്രക്ക് ആദ്യം വന്നു, ആദ്യം എക്സാം എഴുതി, ഞാൻ ഫെയിൽ ആയതാ. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയില്ല, ഇന്റർവ്യൂവിൽ ഞാൻ കയറിയില്ല. എന്നിട്ട് അവർ രണ്ടാമത് ഒന്നുകൂടെ വന്നു. അങ്ങനെയാണ് ഞാൻ ഡാംലർ ട്രക്കിൽ കയറുന്നത്. എനിക്കിങ്ങനെ സ്പെഷ്യലായിട്ട് കോർ കമ്പനിയിലേ ഇരിക്കാവൂ, എനിക്ക് IT ഫീൽഡ് ഇഷ്ടമല്ല, അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്ക് കോഡിങ്ങും ഒക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിക്കും അപ്ലൈ ചെയ്യും, എല്ലാ കമ്പനീന്റെ എക്സാം എഴുതും. ചില എക്സാമുകൾ പോലും ക്ലിയർ ആവില്ല, ചില എക്സാം ക്ലിയർ ആവും, ഇന്റർവ്യൂവിൽ കയറും, ഇന്റർവ്യൂ കയറി അവസാനം HR റൗണ്ട് വരെ എത്തും. എന്നിട്ട് അവിടുന്ന് ഫെയിലായി പുറത്തിറങ്ങി. അങ്ങനെ കുറേ വിഷമിച്ച്, കുറേ നിരാശപ്പെട്ട്, അത്രയും കുറേ ബാഡ് ആയിട്ടുള്ളതാ. പക്ഷെ എന്നാലും ഇനിയും അടുത്ത കമ്പനി വന്നാലും ഞാൻ ട്രൈ ചെയ്യും. ആ ഒരു മോട്ടിവേഷനോടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി കമ്പനി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കുറെ പേരും ആദ്യമൊന്നും കിട്ടാണ്ടാവുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും, കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും പ്ലേസ്ഡ് ആവും. ചറപറ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ ചോദിക്കും എന്താണോ പ്ലേസ്ഡ് ആവാത്തതെന്നൊക്കെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ കുറെ വിഷമിച്ചെന്ന് പറഞ്ഞാലും പുറത്തൊന്നും കാണിക്കാണ്ട് ഓക്കെ സീനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സ്ട്രഗിൾ ചെയ്തായിരുന്നു. അവസാനം ഈ പ്ലേസ്മെന്റ് ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇവർ രണ്ടാമത് ഒന്നുകൂടെ വന്നു. അങ്ങനെയാണ് എനിക്ക് ഈ കമ്പനിയിൽ കിട്ടിയത്. അപ്പം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം ഇവർ വന്നപ്പോൾ അവർക്ക് ഒരു എക്സാം, 2 ഇന്റർവ്യൂസ് അങ്ങനെയായിരുന്നു. ആദ്യത്തെ 11 പേരെ ആ രീതിയിലാണ് എടുത്തത്. രണ്ടാമത് വന്നപ്പം അവർ ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ ക്ലാസ്സിൽ നിന്നും CGPU വെച്ചിട്ട് അവരൊരു ലിസ്റ്റ് എടുത്തു, ലൈക്ക് ഹയസ്റ്റ് CGP ഉള്ള ആൾക്കാരെ, ഇതുവരെ പ്ലേസ്ഡ് ആവാത്ത. എന്നിട്ട് അതിൽ നിന്ന് ഹയസ്റ്റ് CGP ഉള്ളവരെ അവർ ഒരു റെഫറൽ പ്രോഗ്രാം കൈൻഡ് ഓഫ് അതിന്റെ റിക്രൂട്ട്മെന്റിലോട്ട് അവർ ഫോർവേഡ് ചെയ്തു. അപ്പം എന്റെ സംഭവം അങ്ങനെ, ഞാൻ റെഫറൽ പ്രോഗ്രാം വഴിയിട്ട് അതിലോട്ട് ഫോർവേഡ് ചെയ്ത് അതുവഴിയാണ് ഞാൻ കയറി വന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു ടെസ്റ്റും 3 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ടെസ്റ്റ് എന്ന് പറയുമ്പം ബേസിക്കലി സാധാ 50% ആപ്റ്റിറ്റ്യൂഡ്, 50% മെക്കാനിക്കൽ കോർ ഓൺലി. പക്ഷെ കോർ എന്ന് പറഞ്ഞാലും അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരുന്നില്ല. ഒരു ബേസിക് എല്ലാ സെമസ്റ്ററിൽ നിന്നും ഉള്ള സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഒരു ബേസിക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, എന്നാലും ന്യൂമറിക്കൽസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ആ വിത്തിൻ ദ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ബേസിക് പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴും ഒരു നോർമൽ രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. എങ്ങനെയാ, ചിലപ്പം ഈ റീസണിങ്, ലോജിക്കൽ റീസണിങ് അങ്ങനത്തേതും. പിന്നെ വെറും സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും. പിന്നെ ചിലതൊക്കെ ഞാൻ ആ സമയത്ത് ക്യാറ്റിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല എക്സാം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മര്യാദയ്ക്ക് എഴുതിയില്ല, രണ്ടാമത് മര്യാദയ്ക്കൊന്ന് എഴുതി. അതുകൊണ്ട് ഫസ്റ്റ് എക്സാം ഞാൻ പാസ്സായി, ക്ലിയർ ആയി വന്നു. അപ്പം ഇത്രയും നാളും ഇങ്ങനെ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എപ്പോഴും മറ്റേ CGPന്റെ അവിടെ ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് പോയി നിന്ന് ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളൊരു ഐഡിയ അപ്പോഴത്തേക്ക് എനിക്ക് വന്നിരുന്നു. അപ്പം പക്ഷെ ഈ ഫസ്റ്റ് ഇന്റർവ്യൂവിന് എനിക്ക് കുറച്ച് പാളിച്ച പറ്റി. കാരണം എനിക്കിത് പെട്ടെന്ന് കോള് വരുന്നത് എൻ്റെ NDT എക്സാമിന്റെ തലേന്ന് എനിക്ക് കോള് വന്നു. നാളെ എക്സാമിന് ശേഷം നാളെ വൈകുന്നേരം ഒരു 4 മണിക്ക് ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു. പെട്ടെന്ന് റാൻഡമായിട്ട് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോഴാണ് വരുന്നത്, നാളെ വൈകുന്നേരം ഇന്റർവ്യൂ ഉണ്ടാവും, പ്രിപ്പയർ ചെയ്തോളാമെന്ന്. അപ്പം എനിക്ക് പിറ്റേ ദിവസം എക്സാമാ. അപ്പം NDTക്ക് ആണെങ്കിലും ഞാൻ ചെറുതായിട്ട് പഠിച്ചു, എന്നാലും മൊത്തത്തിൽ പഠിച്ചിട്ടില്ല. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായില്ല. ഞാൻ വീട്ടിൽ അമ്മയോട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പൊ നീ എക്സാമിന് പഠിക്ക്,
ഇന്റർവ്യൂവിന്റെ നമുക്ക് പിന്നെ നോക്കാം, അത് കഴിഞ്ഞിട്ട് വന്ന് പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വന്നു, എങ്ങനെയൊക്കെയോ എക്സാമിനുള്ളത് പഠിച്ചു. ഇന്റർവ്യൂവിന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആകെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് NDT എക്സാം ആയിരുന്നു. അപ്പം NDTനെ പറ്റിയിട്ട് ആ ഇന്റർവ്യൂറിനെ കൊണ്ട് ചോദിപ്പിക്കണം. പിന്നെ ഉള്ളത് കമ്പനി എന്താണെന്നൊരു ബേസിക് ഐഡിയ. കമ്പനി ഏതാണെന്ന് അറിയാണ്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം കമ്പനി എന്താണ് കമ്പനി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി. പിന്നെ കുറച്ച് ഗ്ലാസ് ഡോറിലും അംബിഷൻ ബോക്സും അങ്ങനെ കുറച്ച് സൈറ്റ് ഉണ്ട്, അതായത് കമ്പനികളുടെ റിവ്യൂ, എംപ്ലോയീസ് റിവ്യൂ തരുന്ന ആ സൈറ്റുകളിലൊക്കെ കയറി നോക്കി കമ്പനിയെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ, അവിടുത്തെ എംപ്ലോയീസിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാന്ന്. അപ്പം അതൊക്കെ നോക്കി ഞാൻ കമ്പനീനെ പറ്റി ഒരു ഐഡിയ ആക്കി. പിന്നെ ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരു സാധനം ഉണ്ടാവണം. അപ്പൊ ഞാൻ പെട്ടെന്ന് തെർമോഡൈനാമിക്സ് എന്ന് മനസ്സിലോർത്തു. കുറച്ച് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് എന്തൊക്കെയോ, എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് ചോദിച്ചാൽ പറയാനറിയാം. 0th ലോ 1st ലോ 2nd ലോ ഇത്ര എന്താന്ന് വേഗം ഒന്ന് നോക്കി വെച്ചു. അത്രയും എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഫസ്റ്റ് ഇന്റർവ്യൂ ഒരു 1/4 മണിക്കൂർ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അത് നമ്മൾ നോർമൽ എന്താ പറയുന്നത്, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, റെസ്യൂമേലുള്ള സാധനങ്ങൾ. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, റെസ്യൂമേലുള്ള സാധനങ്ങൾ. എന്റെ പ്രോജക്റ്റ്, സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രോജക്റ്റിനും മര്യാദയ്ക്ക് മെനക്കെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിനെ പറ്റി, എന്റെ ഫൈനൽ പ്രോജക്റ്റ് ആണ്, പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അധികം പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് കുറച്ച് ചോദ്യം വന്നു. അപ്പൊ അത് ഞാൻ മാക്സിമം തള്ളാൻ ശ്രമിച്ചു, പക്ഷെ അത് കുറച്ച് പാളിപ്പോയി. പക്ഷെ എന്നാലും അത് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വീണ്ടും തിരിച്ചെടുത്തു. പിന്നെ എനിക്ക് വഴിതിരിച്ച് വരണം NDTയിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്കിന്ന് എക്സാം ഉണ്ടായിരുന്നു, NDT ആയിരുന്നു എക്സാം. അപ്പം അങ്ങനെ ഞാൻ ഇട്ടുകൊടുത്തപ്പം പുള്ളി അതിൽ കയറി പിടിച്ചു. അതിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചു, അപ്പം NDTയെ പറ്റിയിട്ടുള്ളത് പറ, അതിൽ നിന്ന് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് പറ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ NDTനെ പറ്റി കുറെ പറഞ്ഞു. പിന്നെ എന്നോട് ഹുക്സ് ലോ അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഹുക്സ് ലോ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പം അവർക്ക് റെഡി ആയില്ല, ഇനി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ ബുക്കിൽ വരച്ചു, മറ്റേ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചു, കാണിച്ചു കൊടുത്തു. അപ്പം അതെല്ലാം കാണിച്ചപ്പോൾ അവർക്കൊരു ഇംപ്രഷൻ ആയി, ഓക്കെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ടോളറൻസ് എന്താണ്, അങ്ങനെ കുറെ ടേംസുകൾ, അത് ബേസിക് ടേംസ് അല്ല, അത് അങ്ങ് ഹൈ എൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, ബേസിക് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. അപ്പം ഈവൻ എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്ന് ചിന്തിക്കും അറിയാവോ ഇല്ലയോ എന്ന്, മാക്സിമം അത് എങ്ങനെയും ഒപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ പറയും ഇല്ല എനിക്കറിയില്ല. അപ്പം ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എനിക്ക് ആക്ച്വലി അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. അതായത് പക്ഷെ അതിന്റെ ഇടയ്ക്കൊന്ന് എന്റെ റെസ്യൂമേന്ന് കുറെ ഞാൻ എന്തൊക്കെയോ ഒരു ടെക്നിക്കൽ ക്ലബിലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതായത് എനിക്ക് ഒരു ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പം സെനത്തിന്റെ ഹെറാക്കിൾസ് ഉണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ ക്ലബ് ഉണ്ട്. അപ്പം അതിലൊന്നും ഒരു ഭാഗമല്ലായിരുന്നു ഞാൻ. അപ്പൊ അത്രയും നാൾ എനിക്ക് പ്ലേസ്മെന്റ് ഒന്നും കിട്ടാത്തപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു, ഓക്കെ ഞാൻ ഒരു ടെക്നിക്കൽ ക്ലബിലും ഇല്ലാത്തതുകൊണ്ടാണ്, അന്ന് മടി പിടിച്ച് പോകാത്തതുകൊണ്ടാണ് എനിക്കതൊന്നും കിട്ടാഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ ഫുൾ വിഷമിച്ചായിരുന്നു. ഇനിയിപ്പോ ചെയ്യാനും പറ്റില്ല, ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വിഷമിച്ചെന്നാ. അപ്പം എനിക്ക് എന്താ അതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. ആകെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഒരു ഫാഷൻ ഷോ ക്ലബായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറയാൻ പറ്റുന്ന മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് മാനേജ്മെന്റ് ലീഡർഷിപ്പ് എന്നൊരു വാക്കല്ല പറയേണ്ടത്. നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് പറയണം. എക്സാമ്പിൾസ് ഇൻ ദ സെൻസ് അത് ഫുൾ സത്യമാവണമെന്നും ഇല്ല, കുറച്ചൊക്കെ നമ്മൾ കയ്യിൽ നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂ വിളിച്ചു. സെക്കൻഡ് ഇന്റർവ്യൂ വിളിച്ചപ്പം അത് സ്ട്രോങ് പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. അതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എന്നോട് എന്താന്ന് ചോദിച്ചിരുന്നു, എന്നിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന അരച്ച് കലക്കി കുടിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ
നമുക്ക് അവരുടെ അടുത്തത് ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഒരു GET ആയിട്ട് നിങ്ങൾ എന്നെ സെലക്ട് ചെയ്താൽ എന്തായിരിക്കും എന്റെ ജോലി, അവിടെ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം അതെല്ലാം എന്തൊക്കെയാണെന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഞാൻ ചോദിച്ചു എന്തിലാണ് ഒരു R&D എന്ന് പറയുമ്പോൾ പല പല സെക്ഷൻസ് ഉണ്ടാവില്ല, എന്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്റർവ്യൂർ വർക്ക് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു. അപ്പം ഈ എക്സ്പ്ലെയിൻ ടു മീ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിന്റെ കുറെ ഇതാണ്. അപ്പൊ എന്നോട് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചേ അറിയുള്ളൂ, അധികം അറിയില്ല എന്നിങ്ങനെ ചോദിച്ചപ്പം അതിങ്ങനെ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഈ കമ്പനീസ് ബേസിക്കലി നോക്കുന്നത് എല്ലാം അറിയുന്ന ആൾക്കാരെ അല്ല, ഇത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്ന് അവർ നോക്കും. അപ്പം എല്ലാ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് എല്ലാം ഇങ്ങനെ തിരിച്ച് എന്നോട് ഇങ്ങനെ പറയുമ്പം ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, അതിൽ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച് ഐ മെയ്ഡ് ഇറ്റ് സീം ആസ് ഇഫ് എന്നെ ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അപ്പം അത് പഠിപ്പിക്കാൻ ഈ കുട്ടിയെ ഒരു സ്കിൽസ് ഇപ്പം അത്യാവശ്യം ഇല്ലെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കുട്ടിയാണ് എന്ന് അവരോട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതായിരുന്നു സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയി. കാരണം ഒരു അരമണിക്കൂറിൽ തീരേണ്ട ഇന്റർവ്യൂ എനിക്ക് 1 മണിക്കൂർ കൂടുതൽ എടുത്തു. കാരണം അത് അത്രയും കോൺവെർസേഷൻ, ഇടയ്ക്ക് ഒരു ലാഗും വരുന്നുണ്ടായില്ല. ഇന്റർവ്യൂ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസും എല്ലാം ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, മേ ബി ചിലപ്പോൾ കിട്ടും. പിന്നെ ഞാൻ ഓർത്തിന് സെക്കൻഡ് ഇന്റർവ്യൂ ഉള്ളൂ എന്നാ. കാരണം നേരത്തെ എടുത്തിരുന്ന 11 പേർക്ക് ഒരു ടെസ്റ്റും 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഈ സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോൾ വന്നു. അടുത്ത ദിവസം തന്നെ ഈ സംഭവം എല്ലാം നടക്കുന്ന ആക്ച്വലി ഭയങ്കര അടുത്താ, അതായത് S7 സെം എക്സാംസ് നടക്കുന്നതിന്റെ ഇടയ്ക്കാ. അപ്പം അടുത്ത ദിവസം ലാസ്റ്റ് സെം എക്സാമിന്റെ അന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പം അടുത്ത മാനേജറിയൽ ഇന്റർവ്യൂ എന്നും പറഞ്ഞു. അപ്പൊ മാനേജറിയൽ ഇന്റർവ്യൂ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മാനേജറിയൽ ഇന്റർവ്യൂ ആയിരിക്കും, ഇനി ടെക്നിക്കൽ ഒന്നും ചോദിക്കില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന. അപ്പോഴത്തേക്ക് ഒരു 4 മണിക്കായിരുന്നു ഇന്റർവ്യൂ. ഒരു 2 മണിയായപ്പോൾ എനിക്ക് HR ഒരു കോൾ വന്നു. ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് HR ആൾ എന്നോട് പറഞ്ഞു ജസ്റ്റ് റിവൈസ് ഓൺ ദ തെർമോഡൈനാമിക് ടോപ്പിക്സ് അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഓക്കെ മാനേജറിയൽ ആണെങ്കിലും അവിടെയും ടെക്നിക്കൽ ചോദിക്കുന്നത്. എന്റെ മാനേജറിയൽ ഇന്റർവ്യൂ ഹാഫ് ഓഫ് ഇറ്റ് വാസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഓൺലി. അതായത് അവർ വീണ്ടും എന്നോട് സെയിം ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഇഗ്നിഷൻ പോയിന്റ്, ഇത് SI എഞ്ചിൻ, CI എഞ്ചിൻ, ഈ 2 സാധനങ്ങളെ പറ്റിയിട്ടുള്ള കുറെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ്. അതായത് എല്ലാം ഒന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത് അവരിങ്ങോട്ട് കുറച്ച് ഇൻപുട്ട് തരുമ്പോൾ അത് വെച്ച് ബിൽഡ് ചെയ്ത് ആൻസേഴ്സ് കൊടുക്കും. അങ്ങനെ കുറെ കൊടുത്തു. പിന്നെ വൈ ഡാംലർ ഓർ വൈ ദിസ് കമ്പനി, ആ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം വൈ എന്നുള്ളത് നേരത്തെ പഠിച്ചു വെച്ചിരിക്കും. എന്തുകൊണ്ട് ഈ കമ്പനി ഇത്രയും റെപ്യൂട്ടേഷൻ ഉണ്ട്, ഇത്ര അതുണ്ട്, എന്താ മാർക്കറ്റിലെ വാല്യൂ, മാർക്കറ്റിൽ ഇത്രയും എംപ്ലോയി സേഫ് ആണ്. അപ്പൊ ഞാൻ ഗ്ലാസ് ഡോറി വായിച്ച കുറെ റിവ്യൂസ് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അതായത് ഭയങ്കര വർക്ക് സോഷ്യൽ ലൈഫ് ബാലൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പം അതെല്ലാം ഞാൻ വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന റിവ്യൂസ് കണ്ടു, പിന്നെ അതൊക്കെ കേട്ടു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഒരു എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ഭാഗമാണെന്ന് തന്നെ പറയുന്നത് ഒരു ഭയങ്കര നൈസ് കാര്യമാണ്. അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പുള്ളി എന്നോട് ചോദിച്ചാണ് എന്തുകൊണ്ട് ട്രക്ക് നോട്ട് കാർസ്, അങ്ങനെ ചോദിച്ചു. കാരണം പൊതുവെ എല്ലാം നമ്മൾക്ക് പ്ലേസ്മെന്റ് വരുന്നതാണെങ്കിലും എല്ലാം കാറുകളുടെയും ഒക്കെ ആയിരുന്നു, എന്തുകൊണ്ട് ട്രക്ക് എന്ന്. ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയേണ്ടെന്ന് എന്റെ മനസ്സിൽ ആക്ച്വലി വന്നില്ല. പിന്നെ ഞാനങ്ങ് പുള്ളിയെ ചിരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്താ നമ്മൾ ട്രക്കിനെ പറ്റി അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, അപ്പം എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കാരണം അങ്ങനെ എന്തോ കുറച്ച് ഇതായിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഹീ സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പൊ എനിക്ക് കുറച്ച് ഇതായി, മോട്ടിവേഷൻ ആയി. ഓക്കെ ഈ ഒരു പാത പിടിച്ചാൽ മതി. അത് ആ ഒരു ഇന്റർവ്യൂ ഭയങ്കര ക്വിക്ക് ആയിരുന്നു, ഒരു 20 മിനിറ്റ്സിൽ തന്നെ അത് തീർന്നു. ആൻഡ് ഹീ സെഡ് ഓക്കെ ഇതിനുശേഷം ബാക്കി അറിയിക്കും, ആ ഒരു ഇതിലായിരുന്നു. അപ്പം പിന്നെ ആ ക്വസ്റ്റിനെ തന്നെ എന്നോട് ചോദിച്ചിരുന്നു. എന്റെ റെസ്യൂമേല് ഞാൻ കുറച്ച് പൈത്തന്റെ കോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗിനർ ലെവൽ ഓൺലി. അപ്പൊ അതൊക്കെ ഞാൻ റെസ്യൂമേൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാം. ഞാൻ കുറച്ച് എന്നെ തന്നെ റേറ്റ് ചെയ്യാൻ പറഞ്ഞു 5ല്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 3 out of 5 എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അയാള് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പൈത്തണിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചു എന്തോ, അതും പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ലിസ്റ്റ് എന്താ, ടപ്പിൾ എന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പം അതും ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ മാറ്റ്ലാബ് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം മാറ്റ്ലാബ് അറിയുമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ബേസിക് സ്ക്രിപ്റ്റിംഗ് അറിയാം, അല്ലാണ്ട് അതിനപ്പുറം എനിക്കറിയില്ല. അങ്ങനെ ഒരു പക്ഷെ പഠിച്ചെടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്.
കാരണം എനിക്ക് പൈത്തണിനെ പറ്റി അത്യാവശ്യം നല്ല അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് തന്നെ മാറ്റ്ലാബിന്റെ ആകുമ്പോൾ എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവിടെ പറഞ്ഞു. അല്ലാണ്ട് വേറെ ആക്ച്വലി എനിക്ക് അധികം വേറെ സോഫ്റ്റ്വെയർസ് ഒന്നും അറിയണ്ടായില്ല. അൻസിസ് ആണെങ്കിലും സോൾഡ് വർക്സോ ക്യാഡോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. അത് ആക്ച്വലി ഫ്ലെക്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്. അത് ആക്ച്വലി നമുക്ക് മാക്സിമം ഞാൻ കുറെ അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം. അതായത് എനിക്ക് കിട്ടിയ ടൈമിൽ അതൊക്കെ ഇരുന്ന് പഠിക്കണമായിരുന്നു എന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പം ആ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു സ്ട്രോങ് പ്ലസ് പോയിന്റ് ആയിരിക്കും. അപ്പം എനിക്ക് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട്, പൈത്തൺ അറിയാവുന്നതുകൊണ്ട് അവിടെ അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പുള്ളി കണ്ടു. ആൻഡ് അങ്ങനെയായിരുന്നു എൻ്റെ ബേസിക്കലി എൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അത് കഴിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ എല്ലാം ഓഫർ അല്ല ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കോൾ ആൻഡ് മെയിൽ അങ്ങനെയൊക്കെ വന്നു. ആൻഡ് ഇപ്പം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ. അപ്പം ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് എന്നോട് ചോദിച്ചു മാറ്റ്ലാബിന്റെ കാര്യം. അപ്പം സോ ബേസിക്കലി ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. അത്രേ ഉള്ളൂ. പിന്നെന്താ, എനിക്ക് ഇപ്പോഴും വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒന്നും എക്സാം എഴുതി കയറുന്നില്ല, ഇന്റർവ്യൂ പാസ്സാവുന്നില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. കാരണം ഓരോ എക്സാം കഴിയുന്തോറും, ഓരോ ഇന്റർവ്യൂ കഴിയുന്തോറും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എന്താണ് ചെയ്യുന്ന തെറ്റ്, നിങ്ങൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ആ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാവുമ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ വീക്ക്നെസ്സും ഓരോ വീക്ക് പോയിന്റും നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് വരിക. പിന്നെ കുറച്ച് സൈറ്റുകൾ ഞാൻ യൂസ് ചെയ്തിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലോജിക്കൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ടെസ്റ്റ് പോലെ അതൊക്കെ ചെയ്യുമായിരുന്നു. മറ്റേ ഇന്ത്യ ബിക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു സൈറ്റാണ്. അതിൻ്റെ അകത്ത് കുറെ പല 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 ന്യൂമറിക്കൽസിന്റെ പല പല ടൈപ്പുകൾ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അത് നല്ലതായിരുന്നു. പിന്നെ മെക്കാനിക്കൽ ടെക്നിക്കൽ നമുക്ക് ആൻസർ ചെയ്യണമല്ലോ, അതും ആ സൈറ്റിൽ തന്നെ ഉണ്ട്. അത് കൂടാതെ ഞാൻ യൂട്യൂബിലും അവിടെയൊക്കെ ഇങ്ങനെ ബേസിക്കലി പ്ലേസ്മെന്റ് ഇന്റർവ്യൂവിനും വരുന്ന മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും എക്സാമിന് ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. ചിലപ്പോൾ പറ്റുന്നവരുണ്ടാവും. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് കോൺസെപ്റ്റ്സ്, ഓൾമോസ്റ്റ് എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു 2 സബ്ജക്ട്സ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട് എടുത്തു വെക്കുക. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ അതിലോട്ട് നമുക്ക് അവരെ ഡയറക്റ്റും ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ റെസ്യൂമേൽ വെക്കുന്ന സാധനങ്ങൾ, അത് ഇപ്പൊ സവാദും അക്ഷയൊക്കെ ഓൾറെഡി പറഞ്ഞു, സെയിം സാധനം തന്നെ. റെസ്യൂമേൽ വെക്കുന്ന എന്ത് എഴുതിയിട്ടുണ്ടാലും അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പം റെസ്യൂമേലുള്ള സാധനം ചോദിക്കുമ്പോഴത്തേക്ക് ബബ അടിച്ചാൽ അവിടെ നമുക്കൊരു ഇത് പോയി, നമ്മുടെ ഒരു ഇംപ്രഷൻ പോയി. അപ്പം മാക്സിമം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അത്രേ ഉള്ളൂ. ഇനി ഓൾ ദി ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ചോദിക്കാം. ബൈ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ നമുക്ക് ഡേംലർ ട്രക്സിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി. ഇനി അടുത്തതായി നമുക്ക് യദുനാഥ് ചേട്ടനാണ്. യദുനാഥ് ചേട്ടൻ ഫ്ലീറ്റ് മാനേജ്മെന്റ് ഷിപ്പിംഗ് എന്ന ഷിപ്പിംഗ് കൺസൾട്ടിംഗ് ഏജൻസിയിലാണ് ഇപ്പൊ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. യദുനാഥ് ചേട്ടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്റെ പേര് യദുനാഥ്. ഞാൻ ഇപ്പൊ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ബേസിക്കലി ഞങ്ങളൊരു മർച്ചന്റ് നേവി ജോബാണ്. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറൈൻ എഞ്ചിനീയർ ആയിട്ടാണ് നമ്മൾ ഷിപ്പിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പിൽ ഒരു 5th എഞ്ചിനീയർ പോസ്റ്റിലായിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ കോളേജിൽ ഇവര് എലഗൻ മറൈൻ സർവീസ് പറഞ്ഞ റിക്രൂട്ടിംഗ് കമ്പനി ഉണ്ട്. ഫ്ലീറ്റ് മാനേജ്മെന്റിന് തന്നെ റിക്രൂട്ടിംഗ് കമ്പനിയായ എലഗൻ മറൈൻ സർവീസ് അവര് കൊച്ചിയിലും മുംബൈയിലുണ്ട്. അപ്പോൾ അവര് ഇവിടെ വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. അവർ ഇന്റർവ്യൂ നടന്നത് കൊച്ചിയിൽ അവരെ ഓഫീസ് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് പക്ക ഒരു കോർ ജോബാണ്. അതായത് നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡീസൽ എഞ്ചിനാണ്. അപ്പൊ ഈ ഡീസൽ എഞ്ചിന് അതിന്റെ പോക്കിൽ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് കയറുന്നത്. അപ്പൊ അവരൊരു 1 year കോഴ്സ് ചെയ്യാൻ പറയും നമ്മുടെ അടുത്ത്. അത് GME എന്നാണ് ആ കോഴ്സിന്റെ പേര്. അത് അവിടെ തന്നെ ഇവരുടെ അലൈഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, METI എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി. ഈ ഷിപ്പിങ്ങിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഈ കമ്പനിയിൽ വന്നിട്ട് ഒരു 1 year കോഴ്സ്, അതാണ് ഞങ്ങൾ ഇനി സെപ്റ്റംബറിൽ കയറാൻ പോകുന്നത്.
ബട്ട് അവിടെ കയറുമ്പോൾ നമുക്കൊരു 4 ലാക്ക് എക്സ്പെൻസ് ഉണ്ട്. അത് നമ്മൾ തന്നെ അഫോർഡ് ചെയ്യണം. അപ്പോൾ ഈ 4 ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് തന്നെ ഈ MBTIന്റെ അടുത്ത് തന്നെ അവരുടെ ബാങ്കിങ് അവരുടെ ടൈപ്പുള്ള ബാങ്ക്സിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ കിട്ടും വിത്തൗട്ട് എനി ലൈക്ക് ഈടൊന്നും കൊടുക്കാതെ. ഒരു ഗോൾഡ് ലോണോ അങ്ങനത്തെ ആവശ്യമില്ല. നമ്മുടെ ഈ ഓഫർ ലെറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് കയറാം. പൊതുവെ മർച്ചന്റ് നേവിന്റെ ജോബ് എന്ന് പറയുന്നത് എല്ലാവരും പറയണ പോലെ ഹെക്ടിക് ആണ്, കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നമുക്കൊരു കോർ ജോബ് എന്ന് നോക്കുമ്പോൾ മർച്ചന്റ് നേവിയിൽ മീൻസ് എഞ്ചിനീയേഴ്സിന് നല്ലൊരു സ്കോപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ കയറുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് 5th എഞ്ചിനീയർ ആയിട്ട്, അതായത് ഒരു കാഡറ്റ് പോലെ. നമുക്ക് ഷിപ്പിൽ പോണ സമയത്ത് എഞ്ചിനീയർ സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഷിപ്പിന്റെ ഡെക്ക് സൈഡും ഉണ്ട്. ഈ ഡെക്ക് സൈഡിൽ എന്ന് പറയുന്നത് സാധാ 3 ഇയർ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് കയറുന്നവരുണ്ട്, +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ്. അല്ലാത്തവരെന്ന് പറയുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള GME കഴിഞ്ഞിട്ട് നമ്മൾ 5th എഞ്ചിനീയർ ആയിട്ട് ഷിപ്പിൽ കയറും. ഷിപ്പിൽ കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഡോളേഴ്സിലായിരിക്കും നമുക്ക് കിട്ടുക. മീൻസ് ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല മോസ്റ്റ് ഓഫ് ദ ഷിപ്പിംഗ് കമ്പനീസ്. ഇപ്പം ഞങ്ങളുടെ ഈ കമ്പനി ഫ്ലീറ്റ് മാനേജർ എന്ന് പറയുന്ന കമ്പനി ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നത് ഡോളേഴ്സിലാണ്. അപ്പോൾ നമുക്ക് കയറുന്ന സമയത്ത് $900 ആണ് അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സാം എഴുതണം. എക്സാം ഒരു കോഴ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കയറും, 4th എഞ്ചിനീയർ ആയിട്ട് കയറും. 4th എഞ്ചിനീയർ ആകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാലറി ഹൈക്ക് ഉണ്ടാവും. അറൌണ്ട് $2,000 to $3,000 ആണ് വരിക. പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ 3rd എഞ്ചിനീയർ ആയിട്ട് ഷിപ്പിൽ തന്നെ പ്രൊമോട്ട് ആവും. അപ്പോൾ ബേസിക്കലി ഇതൊരു കോൺട്രാക്ട് ജോബ്. പിന്നെ 3rd എഞ്ചിനീയറിന് പിന്നെ ഒരു എക്സാം എഴുതി നമുക്ക് 2nd എഞ്ചിനീയർ ആവാം. അവിടുന്ന് പിന്നെ ചീഫ് എഞ്ചിനീയറിന് അറൌണ്ട് $10,000 to $15,000 ആണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ ഈ ഷിപ്പിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതൊരു കോൺട്രാക്ട് ജോബാണ്. അപ്പോൾ നമുക്ക് 6 മന്ത് കടലിലായിരിക്കും, പിന്നെ 6 മന്ത് നമ്മൾ കരയിലായിരിക്കും. അല്ലെങ്കിൽ ഈ 6 മന്ത് എന്നുള്ളതൊക്കെ വേരി ചെയ്യും. പിന്നെ നമുക്ക് കോൺട്രാക്ട് വേണ്ട സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഷിപ്പിലോ അല്ലെങ്കിൽ നമുക്ക് കരയിലോ അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മർച്ചന്റ് നേവി ജോബ് എന്ന് പറയുന്നത് ഒരു മീൻസ് ഇത്തിരി ഡിഫിക്കൾട്ടാണ്, ബട്ട് യു ക്യാൻ ഏൺ മോർ. ആൻഡ് ഓൾസോ നമുക്ക് ഈ 6 മന്ത് കുറച്ച് നാൾ വീട്ടുകാരെ വിട്ടു വെക്കണം എന്നുള്ളൊരു വിഷയം വെച്ചാൽ ബാക്കി 6 മന്തോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതാണ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടെക്നിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. ലൈക്ക് നമ്മുടെ കോളേജിൽ നിന്ന് ഒരു 10-11 പേരുണ്ടായിരുന്നു. അവരെ ഡയറക്റ്റ് അവർ ഇന്റർവ്യൂ കോൾ ചെയ്തിട്ട് പക്ക നമ്മുടെ അവിടെ എക്സ് നേവിക്കാരായിരിക്കും നമ്മളെ ഇന്റർവ്യൂ എടുക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമും മീൻസ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ ഭയങ്കര അവർ നോക്കും. എപ്പോഴും ഈ ഇന്റർവ്യൂവിന് പോണ സമയത്ത് മാക്സിമം നമ്മുടെ ടൈ ഇടാൻ ശ്രദ്ധിക്കുക. മീൻസ് ടൈയും നല്ല ക്ലീൻ ഷേവ് ആയിട്ട് പോവുകയാണെങ്കിൽ അത്രയും അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. നമ്മൾ അത്രയും അവരായിട്ട് മീൻസ് ഇന്റർവ്യൂവിന് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ അത് കാണിക്കുന്നതാണ്. അപ്പോൾ ഡ്രസ്സിംഗ് ഒക്കെ എല്ലാവരും നോക്കുക. പിന്നെ ഇവര് നമ്മളെ ഇന്റർവ്യൂവിന് മുന്നേ തന്നെ എന്തൊക്കെ മീൻസ് നമ്മൾ പഠിക്കണം എന്നുള്ളത് അവർ തന്നെ ഒരു മെയിൽ അയക്കും നമുക്ക്. മീൻസ് മോർ റിലേറ്റഡ് ടു എഞ്ചിൻ തെർമോഡൈനാമിക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത്. ബേസിക് തെർമോഡൈനാമിക്സിനെ കുറിച്ച് നല്ലൊരു അറിവ് തന്നെ ഉണ്ടാവണം. കാരണം അവര് സിമ്പിൾ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമാവും. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ എല്ലാ കാര്യവും എസ് എഞ്ചിനും CA എഞ്ചിനും എന്തുകൊണ്ട് പെട്രോൾ ഡീസൽ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ നോക്കി പോവുക. ആൻഡ് പക്ക ഒരു കോർ ജോബ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മർച്ചന്റ് നേവി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ നോളജ് ഉണ്ടാക്കുക. അതായത് അതർ ദാൻ ഈ ടെക്നിക്കൽ നോളജ് അല്ലാതെ കുറച്ചും കൂടെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ മീൻസ് ഒരു ഡെയിലി കാര്യങ്ങൾ മീൻസ് ഒരു പുറത്ത് നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു ആഡ് ഓൺ ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം അത് നമ്മളൊരു HR ഇന്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഇത് കൂടാതെ വേറെ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഈ ഒരു കാര്യം ഭയങ്കര സ്ട്രൈക്ക് ചെയ്തതാണ്. അതായത് അവരെടുത്ത് നമ്മൾ ഒരു മോർ ദാൻ ടെക്നിക്കൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നോളജ് ഉണ്ടെന്ന് കാണിക്കുന്നത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ
ടെക്നിക്കലിന്റെ ഒപ്പം തന്നെ ഡെയിലി നമ്മുടെ ചുറ്റുപാടുള്ള എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം മർച്ചന്റ് നേവിനെ കുറിച്ച്. ഇത് കാരണം കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ജൂനിയേഴ്സ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരി എന്നാ. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് താങ്ക് യു. അപ്പൊ നമുക്ക് ഡൗട്ട് സെഷനിലേക്ക് പോണ മുമ്പ് നമുക്കൊരു വോട്ട് ഓഫ് താങ്ക്സ് പോലെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താ പറയാ, ഈ 4 പേരോട് തന്നെയാണ്, നോക്കിച്ചും സവാദിക്ക, ജയന്തേട്ടൻ, പിന്നെ അക്ഷയേട്ടൻ. ഇവർ അവരുടെ ബിസി ഷെഡ്യൂളിൽ നിന്നും ടൈം മാറ്റി അവർ പ്ലേസ്ഡ് ആണ്. പലരും നാട്ടിലല്ല, പലരും പല സ്ഥലത്താണ്. സവാദിക്ക തന്നെ ചെന്നൈയിലാണ്. അപ്പൊ അവരുടെ ബിസി ഷെഡ്യൂളിൽ തന്നെ അവര് ആ ഒരു സമയം കണ്ടെത്തി നമുക്ക് സെലിബ്രേഷന് വളരെയധികം നന്ദി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മേജർ താങ്ക്സ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ KSU സ്റ്റുഡന്റ് അസിസ്റ്റന്റിലേക്ക് തന്നെയാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം, പ്ലേസ്മെന്റ് പെർസ്പെക്ടീവ്സ് പ്രോഗ്രാം അവർ തയ്യാറാക്കുകയും ആ തയ്യാറാക്കേണ്ട മെയിൻ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ജോനാഥ് ജോഷി, കേശവ്, അനിറ്റ്, ഷെഹിൻ, ഈ 4 പേരെ നമുക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ അവർ കാരണം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഇത്ര സക്സസ്ഫുൾ ആയിട്ട് റണ്ണായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ മെക്കാനിക്കൽ വരെ എത്തി. ഓൾമോസ്റ്റ് CS കഴിഞ്ഞു, ഇലക്ട്രിക്കൽ CS കഴിഞ്ഞു, അപ്ലൈഡ് EC കഴിഞ്ഞു, സിവിൽ കഴിഞ്ഞു, കൈറാഷ് ഇൻഡസ്ട്രിയൽ കഴിഞ്ഞു, ഇന്ന് മെക്കാനിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചസും കൂടി കവേർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊരു സക്സസ്ഫുൾ പ്രോഗ്രാം അവർ റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അനിറ്റും ജോനാഥും ഷെഹിനും പിന്നെ കേശവും കൂടി. അപ്പൊ അവർക്കൊരു മേജർ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. പിന്നെ ബാക്കി നമുക്ക് പറയാനുള്ളത് KSU CT ഒക്കെ തന്നെയാണ്. ബിക്കോസ് ഓബിയസ്ലി അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് ആവുന്നത്. അപ്പൊ നമുക്കിനി ബാക്കി നമുക്ക് ഇതിലേക്ക് പോവാം, Q&A പോവാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ആസ്ക് ചെയ്യാം, ആർക്കും ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അക്ഷയ് ചേട്ടാ, നോയ് ചേച്ചി, സാധിക്ക, ഇരൻ ചേട്ടാ. വളരെ വളരെ ചോദിച്ചു. ഹലോ ഓഡിബിൾ ചോദിച്ചോളൂ സാർ. ഈ മെർച്ചന്റ് നേവി പ്ലേസ്മെന്റ് അല്ലാതെ എങ്ങനെ നമുക്ക് കേറാൻ പറ്റും? പ്ലേസ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ കോളേജിൽ തന്നെ വരുന്നതാണ് എലഗൻ മറൈൻ സർവീസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ കോളേജിൽ വരുന്ന ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം പല കോളേജിലും ഈ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പോലും ഈ സ്പോൺസർഷിപ്പ് എന്നാണ് ഈ പരിപാടിക്ക് പറയുക. അതായത് ഈ ഫ്ലീറ്റ് മാനേജർ എന്ന് പറയുന്ന കമ്പനി സ്പോൺസർഷിപ്പ് ചെയ്തിട്ടാണ് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ പല കമ്പനിക്ക് സ്പോൺസർഷിപ്പ് മീൻസ് പല സ്റ്റുഡൻസിനും മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ കോളേജിൽ എലഗൻ മറൈൻ സർവീസ് പറഞ്ഞ കൊച്ചിയിലുള്ള ഈ കമ്പനി, അവരെ ഈ ഫ്ലീറ്റ് മാനേജറിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അവർ നമ്മളെ കോളേജിൽ വന്നിട്ട് ഇന്റർവ്യൂ പ്രോസസ്സ് നടത്തി റിക്രൂട്ട് ചെയ്യും. അതുവഴി നമ്മളെ ഒരു വർഷത്തെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മറൈൻ എഞ്ചിനീയറായി അവരെ ഷിപ്പിൽ കയറാം. അപ്പോൾ അല്ലാതെ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ പുറത്ത് കുറെ കമ്പനീസ് ഉണ്ട്. അതായത് ആംഗ്ലോ ഈസ്റ്റേൺ, മെർസ്ക്, അങ്ങനത്തെ ഷിപ്പിംഗ് കമ്പനികൾ. അവരുടെ മീൻസ് അവരുടെ എക്സാം സെന്ററിലൊക്കെ പോയിട്ട് വേണം എക്സാം എഴുതാൻ. മീൻസ് അതിൽ ഇന്ത്യയിൽ നിന്ന് എത്രത്തോളം മറൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ടാവോ അത്രയും ആൾക്കാർ ആ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ IMUCET ആണെന്ന് തോന്നുന്നു എക്സാമിൻ്റെ പേര്. അത് IMUCET അല്ല, സ്പോൺസർഷിപ്പ് എക്സാംസ് ആണ് നടത്തുന്നത് ഇവർ. അതായത് കമ്പനി തന്നെ ആ സ്പോൺസർഷിപ്പ് എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്റർവ്യൂവിന് പോലും കിട്ടുക. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിലേറെ ടഫാണ് മീൻസ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മുടെ കോളേജിൽ വരുന്നത് വലിയൊരു ഇതാണ്, നമുക്കൊരു ഭാഗ്യമായിട്ട് കിട്ടുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ സാർ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യില്ലേ, അപ്പോൾ ഒരു പോയിന്റ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് നേരെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് നേരെ ജസ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവം ഈ വർഷം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ആയിട്ടും ഡ്രൈവിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് സൈഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പർ ലിങ്ക് കൊടുത്താൽ മതി. അതേപോലെ ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ആയിട്ട് ഡ്രൈവ് ലിങ്കിലോ അല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾ പോസ്റ്റ് വെച്ചിട്ടില്ലേ, അപ്പൊ അതിന്റെയൊക്കെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കണം. കാരണം അപ്പൊ കമ്പനീസ് ഒക്കെ ആർക്ക് ജെന്യൂൻ ആണെന്ന് മനസ്സിലാവും. നമ്മളിപ്പം ഇത് മസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ നമുക്ക് അവരിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് കാണുമ്പോൾ നമ്മൾ വെറുതെ തള്ളിയിട്ടുള്ളതല്ല, അത്യാവശ്യം ജെന്യൂൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവും.
പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ പ്രൊജക്ട്സ് ആയിട്ട് അങ്ങനെ എടുത്ത് ആ രീതിയിലാണ് ചെയ്യാൻ പോലെ. ഇപ്പം പകുതി പ്രൊജക്ട്സിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്, ബാക്കി പകുതി ലിങ്ക് ഇല്ല, അങ്ങനെയൊക്കെ എനിക്ക് അവർക്ക് ഡൗട്ട്. എല്ലാം നിങ്ങളുടെ വർക്കാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ജെന്യൂനാണ് കാണിക്കണമെങ്കിൽ ലിങ്ക് കൊടുക്കണം. പിന്നെ വേറെ സംഭവം വെച്ചാൽ എല്ലാവരും ഒരു ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടൊരു സ്ട്രോങ് സബ്ജക്റ്റ് വെച്ച് പറയാൻ പറ്റണം, ഒരു സബ്ജക്റ്റ് പഠിച്ചു വെക്കണം. ഇപ്പൊ തെർമോഡൈനാമിക്സോ ഫ്ലൂയിഡ് മെക്കാനിക്സോ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായാലും. അപ്പൊ അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ നെറ്റിലൊക്കെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. അത് മിക്ക കമ്പനീസ് ചോദിച്ചു, പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാറ്റിനും ഉണ്ടോ, എല്ലാത്തിനും എല്ലാ സ്റ്റുഡൻസും ചോദിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻ, ഏത് സബ്ജക്റ്റ് സ്ട്രോങ് അതിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ നോ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, ഇപ്പം അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റണം. അതിപ്പോ മിക്ക കമ്പനീസും ലാസ്റ്റ് ആയിരിക്കും പറയുന്നത് വെച്ചാൽ ഇന്റർവ്യൂസിന്റെ കൂടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞില്ല, അത് ചോദിച്ചില്ലെങ്കിൽ ഒരു 80% ചാൻസാണ് നിങ്ങളെ പുറത്താക്കും അവര്. അതിപ്പം നിങ്ങൾ ചോദിക്കുന്ന ഗട്സ് കാണിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കാനുണ്ട്. പിന്നെ ഞാനൊരു മെയിൻ ക്വസ്റ്റ്യൻസ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു 70% ഇന്റർവ്യൂസ് ഞാൻ അവർ ചോദിച്ചെന്ന് കേട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഈ ലിമിറ്റ് സ്പീഡ് ആ ഒരു ഇതിലുള്ള ജോമെട്രിക് ടോളറൻസ്, അത് മിക്ക കമ്പനി ചോദിക്കും. എൻ്റെ കൂടെ ചോദിച്ചായിരുന്നു, പിന്നെ ഇപ്പം കേട്ടോട് ചോദിച്ചായിരുന്നു, ബാക്കി ഒരുപാട് കമ്പനി ചോദിച്ചായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ തെർമോഡൈനാമിക്സ് ആണെങ്കിൽ ഇവിടെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, പിന്നെ MBFA സിസ്റ്റം, CRDI സിസ്റ്റം, ഒരു മൾട്ടി പോയിന്റ് പ്രൊഡിക്ഷനും, പിന്നെ CRDI അതും നോക്കിയിട്ട് വേണം. പിന്നെ പിന്നെ ഇതേപോലെ ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നെറ്റ് നോക്കിയാൽ ആ സബ്ജക്ട് മിസ് ഒരുപാട് കാണും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇപ്പോ ചില കമ്പനീസ് നിങ്ങൾ കോർ ആയിരിക്കും താല്പര്യം, പക്ഷെ അത് വന്ന് നിങ്ങൾ പ്ലേസ്ഡ് ആകുമ്പോൾ സാലറി കുറവായിരിക്കും ചിലപ്പം. ഇത് ശരിക്കും നോക്കണ്ട കേട്ടോ. കാരണം ഇപ്പൊ GTs ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ സാലറി വളരെ കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടിയിട്ടാണ് നിങ്ങൾ കയറുന്നത്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ നമ്മളെ പ്ലേസ്മെന്റ് വരുന്നതിന് മുമ്പ് കുറെ സീരിയസ് ആയിട്ട് ലിങ്ക്ഡിൻ വഴിയെ കോൺടാക്ട് ചെയ്യുന്നത്, ഈ പ്രൊസീജിയറും കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം കോളേജ് പാസ് ഔട്ട് കുറെ ആയവര് മിക്കവരും ഈ കയറിയ കമ്പനീസിലല്ല ഇപ്പൊ നിൽക്കുന്നത്. അവരെ കയറിയ കമ്പനീസ് 1-2 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് അവർ ചാടും കമ്പനി, കൂടുതൽ നല്ല പൊസിഷൻ അല്ലെങ്കിൽ നല്ല സാലറി കിട്ടി വേറെ കമ്പനീസിലേക്ക് പോകും. അതുകൊണ്ട് GTs ആയിട്ട് ഇപ്പൊ നിങ്ങൾ കമ്പനി കയറുമ്പോൾ സാലറി കുറവാണ് അങ്ങനെയൊന്നും വലിയ നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ എക്സ്പീരിയൻസ് എടുക്കുന്നത്, എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ശ്രമിച്ചാൽ മതി. ഓക്കെ അക്ഷയേട്ടാ. അപ്പൊ വേറൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹലോ അവിടെ ചോദിച്ചോ. ചേട്ടാ, അതേപോലെ ഒരു ചെറിയ ഡൗട്ട്. ചേട്ടാ, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതായത് ഈ ഗേറ്റ് അതേപോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്ന ഒരു പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത്? അതായത് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്ന ഇവർ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നതെന്നാ. പക്ഷെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞ, അവൻ അറിയാവുന്ന ഒരു സീനിയർ ഇങ്ങനെ റെസ്യൂമിൽ ഈ ഗേറ്റിന്റെ നല്ലൊരു റാങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവരത് ഇന്റർപ്രറ്റ് ചെയ്തത് ഈ വ്യക്തി ഈ കമ്പനി കയറി കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞ് ഗേറ്റിന് ഇനിയും പ്രിപ്പയർ ചെയ്ത് ഇതിൽ നല്ലൊരു PSU ഒരു ഓഫർ കിട്ടി അങ്ങോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ അവർ കാണാൻ ചാൻസ് ഉണ്ടോ? എടാ അത് ഡിപ്പെൻസ്. ഇപ്പം ചില ആൾക്കാര് അത് ഗേറ്റിന്റെ ഇത്രയും സ്കോർ ഉണ്ട്, അപ്പം അങ്ങനത്തെ രീതിയിൽ എടുക്കാം. പക്ഷെ ചില കമ്പനീസ് ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഹയർ സ്റ്റഡീസ് ആണ് എയിം ചെയ്യുന്ന ആള്, ഇപ്പൊ തൽക്കാലത്തേക്ക് കയറുന്നതാണ്, അപ്പം കമ്പനിയിൽ ശാശ്വതമായിട്ട് കണ്ടിന്യൂ ചെയ്യില്ല. എല്ലാ കമ്പനിക്കും വേണ്ട എന്താ, അവരുടെ കമ്പനിയിൽ അവരെ വിശ്വസിച്ച് ഹയർ ചെയ്യുന്ന ആള് അവരെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. പിന്നെ ഓൾസോ നമ്മളെ എടുക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ടാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് അധികം സ്കിൽസ് ഇല്ല. അപ്പം അവര് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, ഈ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പം അവരത്രയും അവരുടെ ക്യാപിറ്റൽ ചെലവാക്കിയിട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മളെ ഒന്ന് സ്കിൽസ് ആക്കി ഡെവലപ്പ് ആക്കി വെക്കുമ്പോൾ നമ്മൾ വേറെ പഠിക്കാൻ പോയി എന്ന് പറയുമ്പം അവർക്ക് കമ്പനിക്ക് ഒരു ലോസ് ആണ്. അപ്പം അവര് മാക്സിമം ചെയ്യാൻ പോകുന്നത് അവിടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവരെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇപ്പം പിന്നെ കുറെ ഇന്റർവ്യൂവേഴ്സും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? അപ്പം ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ IIM അഹമ്മദാബാദിൽ അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനീന്റെ ടോപ്പിൽ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാക്സിമം നമ്മൾ പറയേണ്ടത് ഞാൻ ഈ കമ്പനി തന്നെ, ഈ കമ്പനിയുടെ ഒരു നല്ലൊരു പൊസിഷനില് എന്നെ തന്നെ എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, കൂടാതെ കമ്പനിയിൽ ഞാനൊരു പ്രോഫിറ്റബിൾ ആളായിട്ട് മാറുന്നു. അത് എന്റെ സ്കിൽസ്, അതായത് ഒരു സ്റ്റണ്ട് ഗ്രോത്ത് ഉള്ള ഒരാളായിട്ടും നമ്മൾ പ്രസന്റ് ചെയ്യാൻ പാടില്ല,
എന്താ ഞാൻ എൻ്റെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ എന്നെ എപ്പോഴും ഞാൻ അപ്സ്കില് ചെയ്തുകൊണ്ടിരിക്കും. അപ്സ്കില് ചെയ്യുന്നതിലൂടെ കമ്പനീനെ ഞാൻ ബെനിഫിറ്റ് ചെയ്യിപ്പിക്കും. ആ രീതിയിൽ ഒരു ആൻസർ വേണം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് പറയാൻ. അപ്പം ഗേറ്റിന്റെ സാധനം, അത് ഗേറ്റിന്റെ സ്കോർ ഒക്കെ പറയുന്നത് അതാണ് പ്രശ്നം വരുന്നത്. അപ്പം ഗേറ്റിന് നല്ല സ്കോർ ഉള്ളവർ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ജോലിക്ക് വരുന്നത്? അവർക്ക് വേറെ ഗേറ്റ് എംടെക് പഠിച്ച് പോയാൽ പോരെ? ആ ഒരു ചോദ്യം വരും. അപ്പം അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ അത് ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ അക്ഷയ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, സെയിം തന്നെയാണ് സംഭവം. നമ്മൾ ഗേറ്റിന്റെ സ്കോർ വെക്കുന്ന അല്ലെ ഗേറ്റിന് അങ്ങനെ വെക്കുന്ന ശരിക്കും റിസ്ക് ആണ്. അതിപ്പോൾ ചിലർ ഓക്കെയാണ്, പക്ഷെ ചിലർ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ പറഞ്ഞ കമ്പനി ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. നിങ്ങൾ കമ്പനിയുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ഇത്രയും വർഷം കാണും, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരെത്രയും സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ 1-2 വർഷം കഴിയുമ്പോൾ അത് ഇട്ടിട്ട് ഗേറ്റിന് വേണ്ടി പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാകത്തില്ല. ഇപ്പോൾ എനിക്ക് മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഇതുപോലെ കൊടുത്ത പ്രശ്നം, പക്ഷെ ബാക്കി ബ്രാഞ്ചസിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലൊക്കെ 2-3 അറിയാം ഗേറ്റിന്റെ സ്കോർ അവർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ എയിം ഇതേപോലെ ഗേറ്റ് ക്രാക്ക് ചെയ്താൽ നല്ല PSC വഴി പോകണമല്ല, എത്ര സ്കോറാണ് 3rd ഇയർ ഗേറ്റ് ചെയ്തപ്പോൾ എത്ര സ്കോറാണ് അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇലക്ട്രോണിക്സുകാർക്കൊക്കെ കൂടുതൽ ടെക്നിക്കലായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം ഗേറ്റ് സ്കോർ ടെക്നിക്കലായിട്ട് നോളജ് ആണ്. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ടെക്നിക്കൽ വേണ്ടെന്നല്ല, നമുക്ക് എന്താ പറയുക, അത് വെക്കുന്ന സേഫ് അല്ല. അതിപ്പം അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഡെലോയിറ്റിന്റെ പ്ലേസ്മെന്റിനാണ് വീഴുന്നായിരുന്നു സംഭവം. ഈ കമ്പനി ആണെങ്കിൽ ഇന്റർവ്യൂവിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അവ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. എല്ലാത്തിനും വെച്ചാൽ ഒരു ഡൗട്ടില്ല, ചോദിക്കുന്ന പക്ക ആൻസർ പറഞ്ഞു. പക്ഷെ അവൻ എടുത്തില്ല കമ്പനി. നിങ്ങളങ്ങനെ എല്ലാ ആൻസർ പറഞ്ഞ തെറ്റാണ് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും സംഭവം വെച്ചാൽ കമ്പനിയുടെ പേടി ഇങ്ങനെയാണ്. അവ എല്ലാ ആൻസർ പറയുമ്പം അവ ആക്ച്വലി ഒരു ബ്രില്യൻ്റ് ആണ്. അപ്പൊ അവ ഈ കമ്പനി എക്സ്പീരിയൻസ് ഒരു വർഷം കഴിയുമ്പോൾ വേറെ കമ്പനിക്ക് ചാടുമെന്ന് അവർക്ക് പേടിയുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അവനെ എടുത്തില്ല. അപ്പോൾ അതുപോലെയാണ് ഗേറ്റിന്റെ കേസ്. ഇപ്പോൾ ഗേറ്റ് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ 1 ഇയർ കഴിയുമ്പോൾ കമ്പനി ചാടുമെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് അത് റിസ്ക് ആണ്, വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഏട്ടാ. ഓക്കെ ചേച്ചി, താങ്ക്സ്. All right, so any more questions? Where are you? Okay, so where are questions on the line? So we conclude this session. So first of all, thank you all for participating in this and making this a successful thing. എന്തായാലും ഇത്ര ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഞാൻ ഉറാഷ്മോട് വോട്ടർ താങ്ക്സ് പറയുന്നു. അക്ഷയും നോവയും മുഹമ്മദ് സവാദും ഇതിന്റെ തമ്മിലും എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ബൈ ദ വേ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഫ്രം KC CTയുടെ ഭാഗത്തു നിന്നും എല്ലാ സീനിയേഴ്സിന്റെയും ഭാഗത്ത് നിന്നും ഞാൻ താങ്ക് യു പറയുന്നു. സോ താങ്ക് യു.